പരിശുദ്ധ നാമം വാഴ്ത്തി. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യേ കടന്നു വരുവാൻ. എന്റെ പേര് ശശികുമാർ അല്ല, സജികുമാറാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. SAJIKUM. സോറി, സജി കുമാർ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, ദൈവം എല്ലാവരെയും ധാരാളം ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ രാവിലെ സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്? എന്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഒരു സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എൻ്റെ സൃഷ്ടിതാവായ എൻ്റെ കർത്താവിനോട് കൂടെയാണ് എന്ന അറിവ് ഒരു മനുഷ്യനെ ഏറ്റവും ശക്തനായി തീർക്കും. സ്തോത്രം, ഹല്ലേലൂയ. ശക്തനായ മനുഷ്യനാണ്. നിങ്ങൾ വിചാരിക്കും വലിയ കാറും മോടിയും ഒരുപാട് ആയിരക്കണക്കിന് സഭാവിശ്വാസികളും എന്തോ ശക്തനായ ദൈവദാസനാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ധാരണകളൊക്കെ തെറ്റാണ്. സ്തോത്രം. ലോകത്തിന്റെ ഹല്ലേലൂയ മഹത്വങ്ങളിലേക്ക് പോകുന്നവർക്ക് ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് സാധിക്കും. ഇന്നൊരു പക്ഷേ നിങ്ങൾ തന്നെ ഇരുന്നിട്ടായിരിക്കാം, ഏകയായിട്ടോ ഒക്കെ ഇരുന്നിട്ടായിരിക്കാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. സ്തോത്രം. എനിക്കിപ്പോ 56 വയസ്സ് പ്രായമുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടത് 22ാമത്തെ വയസ്സിലാണ്. അന്ന് മുതൽ ഇന്ന് വരെയും എന്നെ 22 വയസ്സിൽ ദൈവം, സ്തോത്രം, എനിക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിച്ചു എന്നാണ്. എന്നെ സൃഷ്ടിച്ചത് എന്റെ കർത്താവാണ്. പക്ഷെ എനിക്ക് ആ 22 വയസ്സ് വരെയും എന്റെ സൃഷ്ടിതാവിനെ അറിയുമായിരുന്നു. ചിലർക്ക് കൂടുതൽ കാലം അറിയാൻ കഴിയാതെ വന്നു. അന്ന് മുതൽ ഇന്ന് വരെയും എന്നെ നടത്തുന്ന എന്റെ ദൈവത്തിനായി ഞാൻ സ്തുതിക്കും. നിങ്ങൾക്കൊന്ന് സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങാണ് എന്നോട് സംസാരിക്കുന്നത്, അങ്ങാണ് എന്നോട് ഇടപെടുന്നത്. ഒരു മനുഷ്യനെ ഞാൻ കാണുന്നുവെങ്കിലും ആ മനുഷ്യന്റെ ഇഷ്ടങ്ങളല്ല, ആ മനുഷ്യന്റെ സംസാരമല്ല, ആ മനുഷ്യന്റെ വാക്കല്ല, ആ മനുഷ്യന്റെ വചനങ്ങളല്ല, ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത്. ആ ഉദ്ദേശത്തോടു കൂടെ നാം ദൈവത്തിന്റെ സന്നിധി ചെല്ലുകയാണെങ്കിൽ ഈ സ്തോത്രം, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. വിശ്വാസമുള്ളവർ അവിടെ ഇരുന്നുകൊണ്ട് കരത്തെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവം അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നാം അനുഗ്രഹ പാത്രങ്ങളാണ്. സ്തോത്രം. എപ്പോഴെങ്കിലും ഒരു സമയം വന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കാന്നല്ല. സ്തോത്രം. നമ്മൾ പലപ്പോഴും പ്രതിസന്ധിയിലായിരിക്കും. ചിലപ്പോൾ ചിലർ പറയും, അയ്യോ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ല. സ്തോത്രം. അങ്ങനെ പറയുന്നവര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്നോട് ഒരു മറുപടിയും തരുന്നില്ല. എനിക്കൊന്നും, സ്തോത്രം, ഹല്ലേലൂയ, കഴിയുന്നില്ല. കാരണം അവരുടെ ചിന്ത എന്താണ്? അവർക്ക് ദൈവത്തെ അറിയുവാൻ കഴിയുന്നില്ല. ദൈവം പ്രവർത്തിക്കുന്നത് എല്ലാം, സ്തോത്രം, ഇന്നത്തെ ഒരു ധാരണ, ഈ മെസ്സേജുകളൊക്കെ, ലൈവ് മെസ്സേജുകളൊക്കെ അധികമായതുകൊണ്ട് അധികം ഈ പ്രോസ്പെരിറ്റി തിയോളജിയാണ്. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ മെസ്സേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിനക്ക് കഴിഞ്ഞ ദിവസം ഒരു സുവിശേഷം പ്രസംഗിക്കുന്ന കേട്ടു. സ്തോത്രം, ഹല്ലേലൂയ. 2 നില വീട് വേണ്ടവർ ആരൊക്കെയുണ്ട്? ഹല്ലേലൂയ. ഇതൊന്നും സുവിശേഷമല്ല. ഹല്ലേലൂയ. സുവിശേഷത്തിൽ നിന്ന് ഒത്തിരി അകന്നുപോയി. അനേകം സുവിശേഷത്തിൽ നിന്ന് അകന്നുപോയി. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ, ദൈവം ആരെന്നൊന്ന് മനസ്സിലാക്കുവാൻ, എന്റെ കർത്താവ് എന്നെ എന്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിയുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയാകേണ്ടതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവൻ ആരോ ആകട്ടെ, അവൻ, സ്തോത്രം, ഒരുപക്ഷെ തെരുവിൽ കിടക്കുന്ന മനുഷ്യനായിരിക്കാം. രക്ഷിക്കപ്പെട്ടവൻ. സ്തോത്രം. എനിക്കൊരു മനുഷ്യനെ അറിയാം, തിരുവല്ലായിൽ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആക്രി പെറുക്കുന്ന ജോലിയാണ്. സ്തോത്രം. ഈ ആക്രി എല്ലാം പെറുക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? സ്തോത്രം, കൊണ്ടുപോയി വിറ്റിട്ട് വൈകുന്നേരം, നിങ്ങൾ ആ റോഡിലൂടെ പോയാൽ, തിരുവല്ലായിൽ പോകുന്നവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. സ്തോത്രം. വൈകിട്ട് 6 മണിയാകുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ അടഞ്ഞ ഷട്ടറുകളുള്ള കടയുടെ ചുവട്ടിൽ തന്റെ ബൈബിളുമായി ഇരുന്ന് ധ്യാനിക്കുന്ന മനുഷ്യനെ ഞാൻ കണ്ടു. സ്തോത്രം. ഈ മനുഷ്യൻ, നിങ്ങളുടെ ഇന്നത്തെ പുതിയ സുവിശേഷ രീതി അനുസരിച്ച് നോക്കിയാൽ അദ്ദേഹം ദൈവമായിട്ടൊരു, സ്തോത്രം, കാരണം അദ്ദേഹത്തിന് കാറില്ല, വീടില്ല, സ്തോത്രം, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഓ, സ്തോത്രം. നോക്കൂ, ഈ മനുഷ്യൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് താൻ എന്ത് തൊഴിൽ ചെയ്താലും ആ തൊഴിൽ എടുത്തിട്ട് തനിക്ക് അല്പമേ കിട്ടിയുള്ളൂവെങ്കിലും അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട്, സ്തോത്രം, അടഞ്ഞു കിടക്കുന്ന കടയുടെ ചുവട്ടിൽ കടത്തണ്ണയിൽ ഇരുന്നുകൊണ്ട്
ദൈവത്തിന്റെ വചന മനുഷ്യൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ല എനിക്കറിയില്ല. സ്തോത്രം. ധ്യാനിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് ഇന്ന് എത്ര പേർ ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, എന്റെ സാഹചര്യങ്ങളല്ല, എന്റെ അവസ്ഥകളല്ല, എന്റെ സാമ്പത്തിക സ്ഥിതിയല്ല, എന്റെ സ്തോത്രം ധാടിമോടികളല്ല, എന്റെ നല്ല വീടല്ല, എന്റെ നല്ല ജീവിത സൗകര്യങ്ങളല്ല, ഇതൊന്നുമല്ല എന്റെ ജീവിതത്തിലെ ദൈവത്തെ നിശ്ചയിക്കുന്നത്. എന്റെ ജീവിതത്തെ നിശ്ചയിക്കുന്നത് എന്നെ വീണ്ടെടുത്ത, എന്നെ നിത്യരാജ്യത്തിന്റെ അവകാശിയായി തീർക്കേണ്ടതിന് ജഡലോകത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത എന്റെ ദൈവമാണ്. ആ ദൈവത്തോട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, സ്വർഗീയപിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ പ്രഭാതത്തിൽ ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ജനത്തോട് അവിടുന്ന് സംസാരിക്കണം, അങ്ങയുടെ ദാസന്മാരോട് അവിടുന്ന് സംസാരിക്കണം, അങ്ങയുടെ മക്കളോട് അവിടുന്ന് സംസാരിക്കണം. ദൈവത്തിന്റെ കൃപയാൽ അനേകരെ ഇന്ന് പ്രഭാതത്തിൽ അവിടുന്ന് നിറയ്ക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ അല്പസമയം തിരുപാദപീഠത്തിൽ ഇരിക്കുന്നു. അവിടെ ഞങ്ങളോട് സംസാരിച്ചാട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ സ്തോത്രം ധൈര്യപ്പെടുത്തണം, ബലപ്പെടുത്തണം. എല്ലാ കൃപയാലും നിറയ്ക്കണം. പ്രാർത്ഥനയാതിനെയും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം പിതാവേ, ആമേൻ. സ്തോത്രം. 124 സങ്കീർത്തനം നിങ്ങൾ എത്ര പേർ വായിച്ചിട്ടുണ്ട്? സ്തോത്രം. എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമായിരിക്കും. അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? സ്തോത്രം. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ. ഞാൻ ഇന്നൊരു പുതിയ മെസ്സേജ് അല്ല എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എത്ര പേരുണ്ട്? സ്തോത്രം. അന്ന് ഞാൻ പ്രസംഗിച്ച വചനം ഓർമ്മയുള്ളവരൊന്ന് ദൈവത്തെ സ്തുതിച്ച്. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഓർമ്മയുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വായിച്ച കുറിവാക്യം ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ഗലാത്യ ലേഖനം 3:14-15 വാക്യങ്ങളിൽ നിന്നാണ്, 13-14 വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ച. അന്ന് ഞാൻ പറഞ്ഞു ഇതിന്റെ ഭാഗമായിട്ട്, ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആ വാക്യം ഇതാണ്: മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് ന്യായപ്രമാണം എഴുതിയിരിക്കുന്നു. സ്തോത്രം. ന്യായപ്രമാണത്തിന് എഴുതിയിരിക്കുന്നു. അപ്പോൾ സ്തോത്രം, അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന്, തമിഴ് പുറജാതികൾ, അതാ തമിഴാണ് കുറച്ചുകൂടെ ശരി, പുറജാതികൾക്ക്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാത്ത, സ്തോത്രം, അനവധിയായ ജനങ്ങൾ, ജാതികൾ ഈ ഭൂമിയിലുണ്ട്. ആ ജാതികൾക്ക് അബ്രഹാമിന്റെ അനുഗ്രഹം ലഭിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണും. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത ദൈവം, അപ്പോ യേശു ക്രിസ്തു നമ്മുടെ ശാപങ്ങളെ ഏറ്റുവാങ്ങിയിട്ട്, സ്തോത്രം, നമുക്ക് വേണ്ടി എന്ത് തന്നു? സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് അതിന്റെ ആ വാക്യം. നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. അതാണ് പറഞ്ഞത്. അപ്പൊ നോക്കൂ. സ്തോത്രം. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ. 124 സങ്കീർത്തനം. നിങ്ങൾ ആ ഇരിപ്പിൽ ഇരിക്കുന്നവർക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, എന്റെ കൂടെ എന്റെ ദൈവം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഈ സീറ്റിൽ ഇരിക്കുകയില്ല? നിങ്ങൾ ചിലപ്പോൾ പട്ടിണിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ആരും, ഇനി എല്ലാ സമൃദ്ധിയിലും ഇരിക്കുന്ന ആളായിരിക്കും. ആരും ആകട്ടെ, ഈച്ച് ആൻഡ് എവരി പേഴ്സൺ, നിങ്ങൾക്ക് ഇന്ന് ദൈവത്തിന്റെ കൃപയില്ലായിരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യമില്ലായിരുന്നുവെങ്കിൽ അവിടെ ഇരിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വരുവാനായിട്ട് കഴിയുമായിരുന്നില്ല. സ്തോത്രം. എത്ര പേർക്കൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. അന്ന് ഞാൻ പറഞ്ഞു, മുൻപ് വന്ന അത് ലാസ്റ്റ് ദിവസം ഞാൻ പറഞ്ഞു, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കേണ്ടതിനാണ്. സ്തോത്രം. ഒന്ന്, അനുഗ്രഹം അനുഭവിക്കുന്നത്. അനുഗ്രഹം അനുഭവിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം. ഹല്ലേലൂയ. യോസഫ് എന്ന മനുഷ്യൻ എവിടെ കിടക്കുകയാണ്? കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. എത്ര വർഷമായിട്ടെന്നറിയോ? പാരമ്പര്യങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടില്ല, കാലഘട്ടങ്ങൾ. പക്ഷെ പാരമ്പര്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവദാസന്മാർക്കൊക്കെ അറിയാം, യോസഫ് 12 വർഷത്തോളം കാരാഗൃഹത്തിൽ കിടന്നു. അവൻ ചെയ്യാത്ത തെറ്റിന്. ഹല്ലേലൂയ. സ്തോത്രം. അത് നോക്കി, ചെയ്യാത്ത തെറ്റിന് അവൻ ദൈവത്തിന്റെ വചനത്തെ സ്നേഹിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചതുകൊണ്ട്, അനുഗ്രഹ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ എവിടെ കിടക്കുകയാണ്? കാരാഗൃഹത്തിൽ കിടക്കുകയാണ് യോസഫ്. നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. ഈ 12 വർഷം ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് സങ്കല്പിച്ചു നോക്കി. താടി പഠിക്കാതെ, മുടി വെട്ടാതെ, കുളിക്കാതെ, പല്ല് തേക്കാതെ, സ്തോത്രം, ഹല്ലേലൂയ, പണ്ട് കാലത്തെ ഒരു കാരാഗൃഹത്തിനകത്ത് ഒരു പ്രാകൃത മനുഷ്യൻ കിടക്കുകയാണ്. എന്തുകൊണ്ടാ? സ്തോത്രം, ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ മേൽ അനുഗ്രഹമില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും.
ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ സുവിശേഷകന്മാർ പറയും, ഓ യോസഫേ സ്തോത്രം, ഹല്ലേലൂയ, നീ ഇതുവരെ രാജ്യസ്ഥാനത്ത് വന്നിട്ടില്ല, നീ ഒരു കാര്യം ചെയ്യ്, 21 ദിവസം ഉപവസിക്ക്, 21 ദിവസം പ്രാർത്ഥിക്ക്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഉപവസിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊന്നും ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ ഹല്ലേലൂയ, യോസഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേൾക്കണമെങ്കിൽ അവൻ എന്താണ്, അവന്റെ ജനകൻ, അവന്റെ അപ്പൻ അവനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? സ്തോത്രം, നിന്റെ ജനകൻ, പിതാവിൻ ദൈവ സ്തോത്രം, ജനകന്മാർ എന്ന് നിങ്ങൾ അവിടെ ആരെങ്കിലും ഒന്ന് എടുത്താട്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിന്റെ 26 വാക്യം മുതൽ ഒന്ന് നോക്കണം. അവിടെയാണ് സ്തോത്രം യോസഫിന്റെ അനുഗ്രഹത്തെ കിടക്കുന്നത്. അവിടെ നിന്ന് വായിച്ചാട്ട് ആ വാക്യം നമ്മളൊന്ന് വായിക്കേണ്ടത് ഇമ്പോർട്ടന്റ്. ഈ കാരാഗൃഹത്തിൽ കിടക്കുന്ന മനുഷ്യനാ. നിങ്ങൾ ആ സ്തോത്രം മന്ത്രിയായ യോസഫിനെയൊക്കെ അങ്ങ് മറന്നിട്ട് കാരാഗൃഹത്തിൽ കിടക്കുന്ന യോസഫിനെ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, ഈ വാക്യം ഒന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഓ സ്തോത്രം, എത്ര പേർക്ക് ഇന്ന് സ്തോത്രം, ഹല്ലേലൂയ, ഈ അനുഗ്രഹം എത്ര പേർക്ക് അനുഭവിക്കാൻ പറ്റും? അവൻ ദൈവത്തിന്റെ വചനം അനുസരിച്ചത് കൊണ്ട് സ്തോത്രം. ഉൽപ്പത്തി 49 26. പിതാവിന്റെ അനുഗ്രഹങ്ങൾ, നിൻ പിതാവിന്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ അനുഗ്രഹിക്കുന്നത്. എൻ ജനകന്മാരുടെ, ജനകൻ എന്ന് പറഞ്ഞ എന്റെ പിതാക്കന്മാർ, ഇസഹാക്കിന്റെയും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും എന്റെയും ഒക്കെ അനുഗ്രഹങ്ങൾ നിന്റെ മേലുണ്ട്. വീണ്ടും ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട അവ യോസഫിന്റെ തലയിലും തന്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നെറുകയിലും വരും. സ്തോത്രം, ഹല്ലേലൂയ. നോക്കിയേ, അനുഗ്രഹം എവിടെ ഇരിക്കുക? അനുഗ്രഹം ഉള്ളവനാ കാരാഗ്രഹത്തിൽ കിടക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാരാഗ്രഹത്തിന് അവനെ മൂടി വെപ്പാൻ സാധ്യമല്ല. ഞാനും നിങ്ങളും അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് യേശു ക്രിസ്തു നമ്മുടെ ശാപങ്ങളെ ചുമന്നു. കാൽവരിയിൽ നമ്മുടെ ശാപങ്ങളെ അവിടുന്ന് സ്തോത്രം, ഹല്ലേലൂയ, റിസീവ് ചെയ്തു. നമുക്ക് പകരം ശാപമായി തീർന്നു. എന്നിട്ടോ ജാതികളായ നമ്മുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ വെച്ചു. നാം വീണ്ടെടുക്കപ്പെട്ടു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. ഇനി വേറൊരു കാര്യം കൂടി. അനേകർക്ക് ഞാൻ വളരെ വിഷമത്തോട് പറയട്ടെ, ദൈവത്തെ കുറിച്ച് ബോധമില്ല. ദൈവം ആരെന്ന് അറിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. യേശു ആരെന്ന് അറിയുകയില്ല. സ്തോത്രം, യേശുവേ യേശുവേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷേ സ്തോത്രം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കർത്താവ് ആരെന്ന് അറിയുകയില്ല. ദൈവം ആരാന്ന് അറിയുകയില്ല. സ്തോത്രം, ദൈവത്തെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞാൻ എന്ന മനുഷ്യനെ രൂപപ്പെടുത്തിയത്. ഞാൻ എന്ന മനുഷ്യനെ, സ്തോത്രം, ആ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ എനിക്ക് ഈ ലോകം നല്ലതെന്ന് പറയുന്ന അനേകം നന്മകൾ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഈ ലോകം മഹത്വം എന്ന് വിളിക്കുന്ന അനേക കാര്യങ്ങൾ, എന്റെ നടക്കുവാനുള്ള ശേഷി, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ജീവിതത്തിലെ ബിസിനസ് സാമ്രാജ്യങ്ങള്, മറ്റു കാര്യങ്ങള്, ഞാൻ ശ്രേഷ്ഠതയെന്ന് ഒരിക്കൽ കരുതിയിരുന്നതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ എന്റെ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് എനിക്ക് സാധിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ആരാണ് ദൈവം? ദൈവം ആരാണ്? നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി കൊടുക്കും? ഹല്ലേലൂയ. നിങ്ങളോട് ദൈവം യേശുവാണ് ദൈവം അങ്ങനെ പറയുന്നവരുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്താ തെളിവ്? സ്തോത്രം. ഒരു ജാതി നിങ്ങളോട് ചോദിക്കുക, ആരാണ് ദൈവം? ഞങ്ങൾ ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നു, അതാ ദൈവം ഞങ്ങൾക്ക്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ആരെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ ഭൂമിയെ സൃഷ്ടിച്ച മഹത്വപൂർണനായ ദൈവം, സകലത്തെ, ആകാശത്തെ, ഭൂമിയെ എല്ലാം ഉണ്ടാക്കിയ ഹല്ലേലൂയ പിതാവെന്ന് വിളിക്കുന്ന ദൈവം. ഈ ദൈവത്തെ കുറിച്ച് എത്ര പേർക്ക് ഒരു ഡെഫിനിഷൻ പറയാൻ പറ്റും? ബൈബിളിൽ കിടപ്പുണ്ട്, ഡെഫിനിഷനൊക്കെ ബൈബിളിൽ കിടപ്പുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റും? പറയാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവദാസന്മാരൊന്നും പറയേണ്ട, അവർക്കൊക്കെ അറിയാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസികളായിട്ടുള്ള ആര്? ഇതാണ് പാസ്റ്ററെ ദൈവം, സാക്ഷാൽ ദൈവം ആരാണ്? സ്തോത്രം, ഹല്ലേലൂയ. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം, ഹല്ലേലൂയ, അതിന്റെ ഒന്നെടുത്തേ. സ്തോത്രം, തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം, സ്തോത്രം, അതിന്റെ 16-ാമത്തെ വാക്യം. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം അതിന്റെ സ്തോത്രം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം. സ്തോത്രം, രാജാതിരാജാവും
രാജാതിരാജാവും കർത്താതികർത്താവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും താൻ മാത്രം അമർത്യത എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥ, മരിക്കാത്ത വ്യക്തി. ആരാണ് ദൈവം? ഹു ഈസ് ഗോഡ്? ആരാണ് ദൈവം? ധന്യനായ ഏകാധിപതി. ഹല്ലേലൂയ. പിന്നെയോ കർത്താവ്, താൻ മാത്രം അമർത്തിയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും മനുഷ്യരാരും, അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, മനുഷ്യരാരും കാണാത്തവനും. ദൈവത്തെ മനുഷ്യരാരും ഒരിക്കലും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. മനുഷ്യരാരും കാണാത്തവനും, വായിച്ചാൽ കാണാൻ കഴിയാത്തവനുമായവൻ കാണാൻ കഴിയുകയുമില്ല. ദൈവത്തെ, സാക്ഷാൽ ദൈവത്തെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. സാക്ഷാൽ ദൈവത്തെ മനുഷ്യർക്കാർക്ക് കാണാൻ കഴിയില്ല. മനുഷ്യരാരും കണ്ടിട്ടില്ല. ധന്യനായ ഏകാധിപതി, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ശ്രേഷ്ഠതമായ ദൈവം. അപ്പൊ ഈ വാക്യം അസത്യമാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഈ വാക്യം അസത്യമാണോ സത്യമാണോ? മനുഷ്യൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ. കാരണം ദൈവം ആത്മലോകത്തിലാണ്, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തിൽ ജനത്തിൽ വസിക്കുന്ന മനുഷ്യന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധ്യമല്ല. അദൃശ്യനായ ദൈവം. വളരെ ഞാൻ തുടങ്ങിയത് നിങ്ങൾ വളരെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നോക്കൂ, അദൃശ്യനായ ദൈവം. ഈ ദൈവത്തെ എങ്ങനെ അനുഭവിക്കാൻ കഴിയും? യേശുക്രിസ്തുവാണ് ഈ അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തിയത്. അവിടെയൊക്കെ എടുത്ത് വിശദീകരിക്കുവാൻ എനിക്ക് സ്തോത്രം താല്പര്യമുണ്ടെങ്കിലും ഈ ചെറിയ മീറ്റിംഗിൽ അത് സാധ്യമല്ല. കാരണം സ്തോത്രം, അതൊക്കെ ഒരു ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, അദൃശ്യനായ ദൈവം, ആ അദൃശ്യനായ ദൈവം ദൃശ്യനായി മനുഷ്യർക്ക് കാണത്തക്കവണ്ണം മനുഷ്യനായി വെളിപ്പെട്ടു. അതാണ് സാക്ഷാൽ യേശുക്രിസ്തു. എങ്ങനെ അറിയാം? ഒരിക്കൽ ഫിലിപ്പോസ് പറഞ്ഞു, സ്തോത്രം, കർത്താവേ, പിതാവിന്റെ അടുക്കലേക്ക് പോകാനുള്ള വഴി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാ മതി, ഞങ്ങൾ എന്ത് ചെയ്തോളാം. സ്തോത്രം. പിതാവ് ആരെന്നൊന്ന് പറഞ്ഞു തന്നാ മതി. ഫിലിപ്പോസിനോട് യേശു എന്താ പറഞ്ഞു? ഹല്ലേലൂയ. എന്നെ കണ്ടവനൊക്കെയും ആരെ കണ്ടിരിക്കുന്നു? പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സകല അണ്ടകടാകത്തിന്റെയും സൃഷ്ടിതാവായ ദൈവത്തെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, യേശുക്രിസ്തു വെളിപ്പെടുത്തി. എന്നാൽ യേശുക്രിസ്തു ആരാണ്? ദൃശ്യനായ ദൈവം. അദൃശ്യനായ ദൈവത്തിന്റെ ഡെഫിനിഷൻ ഞാൻ ഈ വായിച്ചത്. ഇനി യേശുക്രിസ്തു ആരാണ്? ദൃശ്യനായ ദൈവം, കാണാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പോയി. ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇപ്പോൾ യേശുക്രിസ്തു ആണോ എന്നോട് കൂടെ ഉള്ളത്? സ്തോത്രം. എന്റെ ചോദ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഒന്ന് വരണം. ഈ പാസ്റ്റർ എന്നൊക്കെയായി പറയുന്നത് ഹല്ലേലൂയ എന്ന് ചിന്തിക്കാതെ എന്റെ കൂടെ ഒന്ന് വന്നാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി തരികയാ. സ്തോത്രം. നാം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ശക്തിയാകുന്ന, ദൈവത്തിന്റെ തേജസ്സാകുന്ന, ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് അത് എന്നിൽ വസിക്കുന്നു. എവിടെ വസിക്കുന്നത്? ഹല്ലേലൂയ. അദൃശ്യനായ ദൈവം, സ്തോത്രം, ദൃശ്യനായ ദൈവം. അദൃശ്യനായ ദൈവത്തിന്റെ ഡെഫിനിഷനുണ്ട്, നിത്യനായ ദൈവമാണ്. ആരും കണ്ടിട്ടില്ല, ആർക്കും കാണാൻ കഴിയത്തില്ല. ജഡലോകത്തിൽ ഇരുന്നു കൊണ്ട് ജഡമനുഷ്യർക്ക് ആർക്കും കാണാൻ കഴിയില്ല. പിന്നെ അവർക്ക് ആരെ കാണാം? യേശുക്രിസ്തുവിനെ കാണാം. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു, നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിരിക്കുന്നു. ഇനി മൂന്നാമത്തെ നോക്കൂ. ഹല്ലേലൂയ. ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇതിനൊക്കെ വാക്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതെല്ലാം എടുത്ത് വിശദീകരിക്കാൻ ഞാൻ കഴിയത്തില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അതിന് പരിമിതികൾ ഇവിടെ ഉള്ളതുകൊണ്ട് വാക്യങ്ങളിലേക്കും വചനങ്ങളിലേക്കും പോകാൻ ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കിയത്. ഈ പരിശുദ്ധാത്മാവ് എവിടെയാ വസിക്കുന്നത്? എന്നിലാ വസിക്കുന്നത്, എന്റെ ഹൃദയത്തിൽ. നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണോ?
നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും. എവിടെയാ വാക്യം കിടക്കുന്നത്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആരെങ്കിലും വായിച്ചാട്ട് പെട്ടെന്ന്. ചെറിയ ചെറിയ വാക്യം, ചില വാക്യങ്ങളൊക്കെ ഞാൻ പറയാം. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് വേഗത്തിൽ വായിച്ചാട്ട്. ഈ സ്തോത്രം, അദൃശ്യനായ ദൈവം, ദൃശ്യനായ ദൈവം, ഹല്ലേലൂയ, നമ്മിൽ വസിക്കുന്ന ദൈവം. അടുത്ത നോക്കിയേ, എവിടാ വസിക്കുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവം എവിടെ വസിക്കുന്നത്? നിങ്ങളിൽ വസിക്കുന്നു. യു ആർ ദ ടെമ്പിൾ, യു ആർ ദ, ഹല്ലേലൂയ, സ്തോത്രം, ചർച്ച്, യു ആർ ദ, ഹല്ലേലൂയ, ഓ സ്തോത്രം, ഡെലിംഗ് പ്ലേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ, ഹല്ലേലൂയ, വാസസ്ഥലം നാമാണ്, നമ്മുടെ ഹൃദയമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പോകുന്ന പള്ളിയിലല്ല ദൈവം ഇരിക്കുന്നത്. നിങ്ങൾ പോകുന്ന, സ്തോത്രം, വർഷിപ്പ് സെന്ററിലല്ല ദൈവം ഇരിക്കുന്നത്. നിങ്ങൾ പോകുന്ന ബിൽഡിങ്ങിലല്ല ദൈവം ഇരിക്കുന്നത്. ദൈവം ഇരിക്കുന്നത്, ഹല്ലേലൂയ, ഓ ദൈവത്തിന്റെ ആ, ഓ സ്തോത്രം, ഡെല്ലിംഗ് പ്ലേസ്, വാസസ്ഥലം എന്ന് പറയുന്നത് അവർ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. എന്താ ദൈവത്തിന്റെ പ്രത്യേകത? ഒരു പ്രത്യേകത പറയാം. ലോകത്തിൽ കോടാനുകോടി മനുഷ്യരുണ്ട്. ഹല്ലേലൂയ, കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ആ കോടിക്കണക്കിന് മനുഷ്യർക്കെല്ലാം ഒരേ സമയം വെളിപ്പെടുന്നവനാണ് ദൈവം, തന്റെ പരിശുദ്ധാത്മാവിലൂടെ. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹമാണ്, എന്റെ പിതാവിന്റെ അനുഗ്രഹം എന്റെ തലമേലുണ്ട്. ഹല്ലേലൂയ. ഞാൻ കാരാഗ്രഹത്തിലായിരിക്കാം വാസം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ പ്രതിസന്ധിയിലാണ് കിടക്കുന്നത്. എനിക്ക് അനുഗ്രഹമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. ഹല്ലേലൂയ. കാരണം എന്നിൽ ദൈവം വസിക്കുന്നു. സ്തോത്രം, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഈ ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഓ സ്തോത്രം, ഹല്ലേലൂയ. ആ ഉറപ്പുള്ളവർ, ഹല്ലേലൂയ, യോഹന്നാനെ ഒന്ന് കൂട്ടുപിടിച്ചാൽ യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? അവനിൽ വിശ്വസിക്കുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതുമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു നടന്നതുപോലെ, ആത്മാവാകുന്ന ദൈവം, ഹല്ലേലൂയ, നടന്നതുപോലെ നടക്കുന്നവനാണ് യഥാർത്ഥ ദൈവ പൈതൽ. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് അദൃശ്യനായ ദൈവം, ദൃശ്യനായ ദൈവം, നമ്മിൽ വസിക്കുന്ന ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ നോക്കുക, ഞാൻ ഏത് കണ്ടീഷനിലായിരുന്നാലും ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, ഹല്ലേലൂയ, ഓ സ്തോത്രം, ഹല്ലേലൂയ, എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, എന്നിൽ ദൈവം വസിക്കുന്നു. ഈ ഉറപ്പുള്ളവർ കരത്തെ ഉയർത്തി, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, തലകളെ ഉയർത്തുവിൻ, തലകളെ ഉയർത്തി ഒന്ന് സ്തോത്രം, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇന്ന് പകൽക്കാലം ക്ഷീണിച്ചിരിക്കുകയല്ല, ഓ പ്രയാസപ്പെട്ടിരിക്കുകയല്ല, ഭാരപ്പെട്ടിരിക്കുകയല്ല, വേദനപ്പെട്ടിരിക്കുകയല്ല. ഹല്ലേലൂയ, സ്തോത്രം. നിന്നോട് കൂടെ, ഇതാ 124-124 സങ്കീർത്തനം പറഞ്ഞത്, ദൈവം നമ്മോട് കൂടെ ഇല്ലായിരുന്നു എങ്കിൽ വെള്ളങ്ങൾ നമ്മെ കവിഞ്ഞു വന്നപ്പോൾ നമ്മുടെ പ്രാണനെ ഒഴുക്കിക്കളയുവാൻ വെള്ളങ്ങളാകുന്ന പ്രതിസന്ധികൾ വന്നപ്പോൾ അത് ഇല്ലാതാക്കി കളയുമായിരുന്നു, എന്നെ വിഴുങ്ങിക്കളയുമായിരുന്നു, എന്നെ നശിപ്പിച്ചു കളയുമായിരുന്നു. നിന്നെ നശിപ്പിക്കാത്തത്, നിന്നെ പ്രതികൂലത്തിൽ നിന്ന് വീണ്ടെടുത്തത് ഈ ദൈവമാണ്, നിന്നിൽ വസിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ഏത് സമയത്തും ദൈവത്തിൽ അനുസരണം പ്രാപിച്ച ഒരു മനുഷ്യൻ, അവൻ ആരാണ്? ഹല്ലേലൂയ, സ്തോത്രം. 110-ാം സങ്കീർത്തനം നിങ്ങൾക്ക് മനസ്സിലാവോ സ്തോത്രം ഇല്ലെന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും അല്ല, ദൈവദാസന്മാരുടെ കാര്യമല്ലേ പറഞ്ഞു. ദൈവമക്കളായിട്ടുള്ള, ഹല്ലേലൂയ, സ്തോത്രം, മെച്യൂർ ആകാത്ത പലരും ഇതിന് നടുവിലുണ്ട്. ഹല്ലേലൂയ, അവർക്കത് പിടികിട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവ്, സ്തോത്രം, 110-ാം സങ്കീർത്തനത്തില് ഒരു വാക്യം കിടപ്പുണ്ട്. ആ വാക്യം, ഹല്ലേലൂയ, നിരന്തരം ബൈബിൾ ധ്യാനിക്കണം, വായിക്കണം. അറിയത്തില്ലെങ്കിൽ വായിക്കണം, വായിക്കണം, പഠിക്കണം. അതിനകത്തുനിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. 110-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വന്നിട്ട് ഞാനൊരു മർമ്മം കാണിച്ചു തരാം. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെയാ, ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ സാഹചര്യം ഒന്ന് നോക്കിയേ. അവിടെ യേശുക്രിസ്തുവിന്റെ സ്തോത്രം ഭാവി കാലത്തെ കുറിച്ചാണ് അവിടെ വ്യാഖ്യാനിക്കുന്നത്. 110-ാം സങ്കീർത്തനം. ഇവിടെ ഒരു വാക്യം എന്നെ സന്തോഷിപ്പിച്ച, നിങ്ങളെയും ഒരുപക്ഷെ സന്തോഷിപ്പിച്ചേക്കാവുന്ന ഒരു വാക്യം അവിടെ കിടപ്പുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഓ സ്തോത്രം. നിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവ് തന്റെ ക്രോധ ദിവസത്തിൽ, അതിന്റെ 5-ാമത്തെ വാക്യം പോലെ, രാജാക്കന്മാരെ തകർത്ത് കളയും, അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും, അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയും. സ്തോത്രം, ഹല്ലേലൂയ. നോക്കിയേ, അടുത്ത വാക്യം നോക്കിയേ. ഹല്ലേലൂയ,
അവർ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും. അവൻ വിസ്താരമായ ദേശത്തിന്റെ തലവനെ തകർത്ത് കളയും. അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ തല ഉയർത്തും. സ്തോത്രം. ചുറ്റും ശവങ്ങൾ നിറയും. ഈ ലോകമാകെ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുക. പക്ഷെ അവൻ ആരാണ്? ഇവിടെ ഈ പറയുന്ന സ്തോത്രം, ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു എന്ന് 2-ാം സങ്കീർത്തനം പറയുന്നു. യേശു ക്രിസ്തു ആരാണ്? അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കുന്നവനാണ്. എന്താ ഈ വഴിയരികെയുള്ള തോട്? ഹല്ലേലൂയ. 46-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാം ഒരു നദിയുണ്ട്. ആ നദി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നദിയാ. പരിശുദ്ധാത്മാവിന്റെ നദി. ഹല്ലേലൂയ. അത് സ്തോത്രം, ഒരു നദിയുണ്ട്. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ തിരുനിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, നമുക്ക് ദൈവം സ്തോത്രം നമ്മിൽ വസിക്കുവാൻ തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നീ പ്രതിസന്ധിയിലായിരിക്കാം, നീ പ്രശ്നത്തിലായിരിക്കാം, നീ ഭാരങ്ങളിലായിരിക്കാം, വേദനകളിലായിരിക്കാം. പക്ഷേ പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, നീ ആരാണ്? നീ ആരാണ്? നീ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ, നീ ദൈവത്തിന്റെ പൈതലാണ്. നിന്നോട് കൂടെ ദൈവമുണ്ട്. നിനക്ക് കുടിക്കുവാൻ ഒരു നദിയുണ്ട്, ഒരു തോടുണ്ട്. ആ തോട് നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവം നിന്നിൽ വസിക്കുന്നു. നിന്നെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ഇന്ന് ആദ്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഇത് ആർക്കാണ് പ്രാപിക്കാൻ കഴിയുക? ദൈവത്തെ അനുസരിക്കുന്നവർ. ഹല്ലേലൂയ. അനുസരിച്ച് നടക്കാൻ. എങ്ങനെ അനുസരണത്തെ കുറിച്ച് പഠിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. അല്പമായിട്ട് പറയാം. സ്തോത്രം. അത് ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ ആരംഭ വാക്യങ്ങളിൽ കിടപ്പുണ്ട്. സ്തോത്രം. നിങ്ങൾ അനുസരിച്ചു നടക്കേണ്ടതിന് എന്റെ കൽപ്പനകളെ അനുസരിച്ചു നടക്കണം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 4-ന്റെ ആരംഭ വാക്യങ്ങളിൽ, ഹല്ലേലൂയ, ഞാൻ തരുന്ന ദേശത്ത് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടത് എന്ത് ചെയ്യണം? നിങ്ങൾ അനുസരിക്കുന്നവരായിരിക്കണം. അനുസരിക്കുന്നവരാണോ? ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തെ അറിയുന്നവരാണോ? എല്ലാ പ്രതിസന്ധികളും ദൈവം അനുവദിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇന്ന് പലവിധമായ ദുഃഖങ്ങളോടെ, പലവിധമായ ഭാരങ്ങളോടെ, പലവിധമായ വേദനകളോടെ ഹല്ലേലൂയ സ്തോത്രം ഇരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകാം. പക്ഷെ അവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ സാക്ഷാൽ വീണ്ടെടുക്കപ്പെട്ടവരാണോ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണോ? നിങ്ങൾക്ക് വീണ്ടും ജനനം പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ കർത്തൃത്വത്തിൽ, ഹല്ലേലൂയ അവന്റെ രാജ്യത്തിൽ അവനോടുകൂടെ വസിക്കുന്നവരാണോ? അവനാണോ നിങ്ങളുടെ രാജാവ്? അവിടുന്നാണോ നിങ്ങളുടെ രക്ഷകൻ? ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകത്തിന്റെ ആളുകളല്ല, ഈ ലോകത്തിന്റെ മനുഷ്യരല്ല. നിങ്ങൾ വരാൻ പോകുന്ന നിത്യരാജ്യത്തിന്റെ അവകാശികളാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ടാ. ഒന്ന് പറയാൻ തുടങ്ങാമോ? ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയിലൂടെ ദൈവത്തിന് എന്തോ ഒന്ന് തരുവാനുണ്ട്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ഇഷ്ടപ്രകാരം അനേക കാര്യം ചെയ്യുക. നമ്മുടെ ഇഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? സ്തോത്രം. നമ്മൾ വലിയ കുടുക്കിലും കെണിയിലും ആയി പോകും. എന്നിട്ട് പറയും, കർത്താവേ എന്നെ വിടുവിക്കണം. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, എപ്പോഴെങ്കിലും സ്തോത്രം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? ഈ കാര്യം ആരംഭിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് ഈ വസ്ത്രം ധരിക്കണോ എന്ന് ദൈവത്തോട് ചോദിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? അയ്യോ, ഉടുപ്പിടുന്നതിന് എന്തിനാ? കർത്താവിനോട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കണമെന്ന് ദൈവത്തോട് ചോദിച്ചിട്ട് ഭക്ഷണം കഴിച്ച എത്ര പേരുണ്ട്? ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് കർത്താവേ എന്ന് ചോദിച്ച എത്ര പേരുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവൻ ആരാ? രക്ഷിക്കപ്പെട്ടവൻ ആരാ? അവൻ എപ്പോഴും ദൈവത്തോടു കൂടെ വസിക്കുന്നവൻ. അവൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അവന്റെ ദൈവത്തോടു കൂടെയാണ് ചെയ്യുന്നത്. ദൈവമാണ് അവന്റെ ജീവിതത്തെ ഇത് ചെയ്തിരിക്കുന്നത്. ഈ അറിവിലേക്ക് നമ്മെ കൊണ്ടുവരേണ്ടതിനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സമ്മതിക്കുന്നത്. ഇനിയൊരു സമയം നോക്കൂ, മറ്റു ചില പ്രതിസന്ധികൾ നമ്മെ ദൈവം അനുഭവിപ്പിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് നമ്മെ നടത്തേണ്ടതിനാണ്, ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നമ്മെ നടത്തേണ്ടതിനാണ്. ഈ ലോകത്തിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. എനിക്ക് ഈ ലോകത്തിലെ എന്തും എനിക്ക് നൽകുവാൻ എൻ്റെ ദൈവത്തിന് അസാധ്യമല്ല. പക്ഷെ എല്ലാം എനിക്കുള്ളതല്ല.
എല്ലാം എനിക്ക് പ്രാപിക്കാൻ കഴിയുന്നതുമല്ല. ദൈവം എനിക്കത് തരാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് തരികയില്ല. ഈ അറിവ് ഉള്ള മനുഷ്യനാണ് ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന മനുഷ്യൻ. ദൈവത്തിന്റെ കൽപ്പനകളും അനുഗ്രഹങ്ങളും അനുസരിച്ച് നടക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യനാരാ? ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. നോക്കൂ, സ്തോത്രം. മുമ്പേ എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഏതൊക്കെയും? മത്തായി സുവിശേഷം 5, 6 സ്തോത്രം അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴാണ് അവിടെ പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഓ മുമ്പേ എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്താ മുകളിൽ പറഞ്ഞിരിക്കുന്നത്? എന്ത് കഴിക്കും, എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ശരീരത്തെ കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, വിചാരപ്പെടരുത്. കാരണം നിങ്ങൾ, അത് അടിസ്ഥാന ഘടകമാണ്. നിങ്ങളുടെ, സ്തോത്രം, ഹല്ലേലൂയ, പ്രാണൻ നിങ്ങളുടെ ശരീരത്തെക്കാൾ വലുതാ. ഈ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാൽ നിങ്ങൾക്ക് ആഹാരം കിട്ടും, നിങ്ങൾക്ക് വസ്ത്രം കിട്ടും. ഹല്ലേലൂയ. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കുറച്ച് കൂടുതൽ കിട്ടിയ ആള്, ഹല്ലേലൂയ, വിചാരിക്കരുത്, ഞാൻ മിടുക്കനാണെന്ന് വിചാരിക്കരുത്. നിനക്ക് തന്നത് കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഒരുവനെ കിട്ടിയെന്ന് ഇല്ലാന്ന് വരും. കിട്ടാത്തവന് ഓർക്കുക, ഹല്ലേലൂയ, എനിക്ക് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല, എന്റെ ദൈവം ഇന്ന് എന്നെ കുറിച്ച് അത് ചിന്തിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കത് തന്നിട്ടില്ല എന്ന് മാത്രം ചിന്തിക്കുക. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഇന്ന് എനിക്ക് ആഹാരം കിട്ടിയിട്ടില്ല, അത് എന്റെ ദൈവത്തിന്റെ ഹിതമാണ്, ഇതിലൂടെ ഞാൻ എന്തോ ഒന്ന് പ്രാപിക്കേണ്ടതുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇനി അല്ലെങ്കിൽ അടുത്തൊരു ഒരുത്തന് സമൃദ്ധിയായിട്ട് കിട്ടി, അവൻ ചിന്തിക്കുക, ഇന്ന് എനിക്ക് സമൃദ്ധിയായി തന്നു, അപ്പോൾ തന്നെ ഇതില്ലാത്ത ഒരുത്തനുണ്ട്, അവനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല. നോക്കൂ, സ്തോത്രം, 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവരാജ്യം എന്തെന്നൊക്കെ പഠിക്കണമെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഈ സ്തോത്രം, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ സ്വർഗരാജ്യം, എന്താ ദൈവരാജ്യം, ഇതൊക്കെ സ്തോത്രം നമ്മൾക്ക് പഠിക്കാനുണ്ട്. പോട്ടെ, അതെല്ലാം പോട്ടെ, സ്തോത്രം. അപ്പോൾ നോക്കുക, ഞാൻ എന്നെ സാമാന്യമായിട്ട് പറഞ്ഞുതരാം. ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തി അനുഭവിക്കുന്നുവെങ്കിൽ, ഈ ലോകത്തിലെ സമ്പത്തിൽ, ഈ ലോകത്തിലെ, ഹല്ലേലൂയ, ഭരണത്തിൽ, ഈ ലോകത്തിലെ കാര്യങ്ങളിൽ, ഹല്ലേലൂയ, ഈ ലോകത്തിലെ നിയമങ്ങളിൽ നിങ്ങൾ ദരിദ്രന്മാരല്ലെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ സമൃദ്ധി അനുഭവിക്കുന്നവരാണെങ്കിൽ, സഫിഷ്യന്റ് പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊന്നും കിട്ടുകയില്ല. ഈ ലോകത്തിലെ സമൃദ്ധിയിൽ നിങ്ങൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ കഴിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദരിദ്രൻ, ഈ ലോകത്തിൽ ദരിദ്രനായ മനുഷ്യൻ, ഒന്നും ഇല്ലാത്തവനെന്നല്ല അതിന്റെ അർത്ഥം. എല്ലാം ഉണ്ടെങ്കിലും, സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടെങ്കിലും, നിങ്ങൾ ദരിദ്രനാണോ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഉണ്ട് എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളത്തിലുണ്ടോ? ഇതൊക്കെ നശ്വരമാണ്, ഇതെല്ലാം എന്നെ വിട്ടുപോകും, എന്റെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ ഏത് സിംഹാസനവും എന്റെ കൂടെ ഇരിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവരൊന്ന്, സ്തോത്രം, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഞാൻ വലിയ വീട്ടിലായിരിക്കാം, വലിയ, സ്തോത്രം, കാറിലായിരിക്കാം, വലിയ ഇതിലായിരിക്കും, പക്ഷെ എന്റെ കണ്ണടഞ്ഞാൽ ഇതൊന്നും എന്റെ കൂടെ വരത്തില്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് സ്തോത്രം ചെയ്തേ. അവരെ ആത്മാവിൽ ദരിദ്രരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിൽ തൃപ്തി അടയാത്തവർ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി ദൈവരാജ്യം അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, സ്തോത്രം, അവിടെ യേശുക്രിസ്തു പറയുകയാണ്, മുമ്പേ എന്റെ രാജ്യം, ആ രാജ്യത്തിനൊരു നീതിയുണ്ട് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനൊരു നിയമമുണ്ട്. നിങ്ങൾക്ക് തോന്നിയതുപോലെ ഈ ലോകത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയത്തില്ല. ഓ സ്തോത്രം, ഞാൻ ഈ രാജ്യത്തെ പ്രജയാന്ന് പറഞ്ഞുകൊണ്ട് റോഡിന്റെ നടുക്കൂടെ നടക്കുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും? നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തോളൂ. എനിക്ക് എവിടെ നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ ഇന്ത്യൻ പൗരനാ, അതുകൊണ്ട് ഞാൻ ചെന്നൈ സിറ്റിക്കകത്ത്, അല്ലെങ്കിൽ വാഹനങ്ങൾ നിരന്തരമായി പോകുന്ന, അല്ലെങ്കിൽ റോഡിന്റെ നടുവിലൂടെ ഞാൻ നടക്കൂ എന്ന് പറഞ്ഞാൽ പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യും? നിങ്ങളെ ജയിലിൽ ഇടും. ഹല്ലേലൂയ. അതിന്റെ റീസൺ എന്താണ്? ഒരു രാജ്യത്തിനകത്തൊരു നീതിയുണ്ട്, ഒരു നിയമമുണ്ട്. ഹല്ലേലൂയ. ഓ സ്തോത്രം. അത് ഈ ലോകത്തിന്റെ നിയമം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ലോകത്തിൽ അന്യന്റെ മുതൽ നിങ്ങൾ പോയി മോഷ്ടിച്ചെടുത്താൽ നിങ്ങളെ പിടിച്ച് ജയിലിലിടും.
ഇതുപോലെയാണ് ദൈവരാജ്യത്തിനകത്ത്. ഇതിനകത്ത് ചില നിയമങ്ങളുണ്ട്, ഇതിനകത്ത് വസിക്കേണ്ട അല്ലെങ്കിൽ താല്പര്യങ്ങളുണ്ട്. നിങ്ങൾക്കൊരു രാജാവുണ്ട്, നിങ്ങളൊരു രാജ്യത്തിലാണ്. യു ആർ ഇൻ ദ കിങ്ഡം. ഹല്ലേലൂയ. അവിടെ വീണ്ടും വരികയാണ്. 7-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കിടപ്പുണ്ട്. എന്റെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവരുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. ഹല്ലേലൂയ. അപ്പൊ നോക്കൂ, ദൈവരാജ്യത്തിനകത്ത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഹല്ലേലൂയ വസിക്കുന്നവനത്രേ അനുഗ്രഹം അനുഭവിക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം മനസ്സിലാകുന്നോ? ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് ശപിക്കാതെ അനുഗ്രഹിക്കുന്നവരാകുവിൻ. ഇത് സ്തോത്രം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞുവെങ്കിൽ ഇനി അതിന്റെ അടുത്ത ഭാഗമാണ്, അടുത്ത ഫേസ് ആണ്, നെക്സ്റ്റ് ഫേസ് ആണ്. ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ അവൻ ആരായാലും ശരി, അവൻ വലിയവനാകട്ടെ അവൻ ചെറിയവനാകട്ടെ, ദൈവത്തിന്റെ നിയമത്തെ അറിയുകയും ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആ യോസഫിലേക്ക് ഒന്ന് വരാം. യോസഫ് ഹല്ലേലൂയ പൊത്തിഫാറിന്റെ ഭവനത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ അവൻ എന്ത് ചെയ്തു? സ്തോത്രം. ആ സ്ത്രീ ആ വീട്ടിലെ യജമാനത്തിൽ അവന്റെ മേൽ കണ്ണുവെച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം അവനെ തന്റെ ഇംഗിതത്തിൽ കൊണ്ടുവരുവാൻ അവൾ ശ്രമിച്ചപ്പോൾ അവിടെ വേറെ ആരുമില്ല. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, നിന്നെ ഒഴികെ എന്റെ യജമാനൻ ആരെയും എനിക്ക് നിഷേധിച്ചിട്ടില്ല. എന്നാൽ ഞാൻ നീ പറയുന്ന ഇംഗിതത്തിന് വഴങ്ങുകയാണെങ്കിൽ ഞാൻ സ്വർഗത്തോടും എന്റെ യജമാനനോടും ഹല്ലേലൂയ ഞാൻ പാപം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? ഓ സ്തോത്രം. ഉടനെ അവന്റെ വസ്ത്രം ഇട്ടിട്ട് അവൻ ഓടിപ്പോയി കളഞ്ഞു. അവൾ ആ വസ്ത്രം വെച്ചുകൊണ്ട് ഇവൻ എന്നെ അതിക്രമിക്കാൻ വന്നു, ഇവൻ എന്നെ സ്തോത്രം ഹല്ലേലൂയ തകർക്കാൻ വന്നു എന്ന് അവന്റെ മേൽ കുറ്റപ്പെടുത്തിയിട്ട് അവനെ കാരാഗൃഹത്തിലാക്കി. 12 വർഷമാണ് ഹല്ലേലൂയ അവൻ കാരാഗൃഹത്തിൽ കിടക്കുന്നത്. ഇവനോട് ആരെങ്കിലും പറയുകയാണ് ആ കാരാഗൃഹത്തിൽ ചെന്നിട്ട്, യോസഫിന്റെ അനുഗ്രഹം ഹല്ലേലൂയ നിന്റെ സ്തോത്രം ഹല്ലേലൂയ യോസഫേ നിന്റെ ജനകന്മാരുടെ നിന്റെ പിതാക്കന്മാരുടെ അനുഗ്രഹം നിന്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യോസഫ് വിശ്വസിക്കും. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. യോസഫിന് അറിയാം. അതുകൊണ്ട് അവന് സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. നീ അവിടെ ചെല്ലുമ്പോ എന്നെ കൂടെ ഓർത്തോണേ എന്നൊക്കെ പറഞ്ഞതിന്റെ കാര്യം അതാ. എന്റെ ദൈവം ഈ കുണ്ടറയിൽ എന്നെ ഇടുകയില്ല. എത്ര പേർ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നു? എന്റെ പിതാക്കന്മാരുടെ യേശുക്രിസ്തുവിലൂടെ സകല അനുഗ്രഹങ്ങളും എന്റെ മേൽ വന്ന അനുഗ്രഹത്തിന്റെ പൈതലാണ് ഞാൻ. എന്നെ തകർക്കുവാൻ ആർക്ക് സാധ്യമല്ലെന്ന് ഉറപ്പുള്ളവർ അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. എന്നെ ഹല്ലേലൂയ ഞാനൊരു യാത്രയിലാണ്, എന്നെ കൊണ്ടുപോകുന്ന ആ വഴിയുടെ പന്താവിലാണ് ഞാൻ. അതുകൊണ്ട് ഇതൊക്കെയും എന്റെ ദൈവം അനുവദിച്ചിട്ടാണ്. എന്റെ നന്മകൾ തട്ടിയെടുത്തവർ ഹല്ലേലൂയ എന്നെ തകർത്ത് കളഞ്ഞവർ, എന്നെ ഇല്ലാതാക്കിയവർ, അവരെന്നും എന്നെ വിഴുങ്ങാതിരുന്നത് എന്റെ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ടായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഈ മെസ്സേജ് മനസ്സിലാക്കുന്നവരൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഉള്ളവരൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അനുസരണമാണ്. 15-ാം സങ്കീർത്തനം വായിച്ചു നോക്കിയാൽ, സത്യം ചെയ്തിട്ട് ഖേദം വന്നാലും ഓ സ്തോത്രം അതിൽ നിന്നും മാറാത്തവൻ, ദൈവത്തിന്റെ വചനത്തിൽ ജീവിക്കുന്നവൻ, ദൈവത്തിന്റെ അനുസരണം പ്രാപിച്ചവൻ, പിതാവായി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായി തന്നെ മാറ്റിവെച്ച മനുഷ്യൻ, അവനാ ദൈവത്തിന്റെ മനുഷ്യൻ. ഹല്ലേലൂയ. അവൻ കഷ്ടതയിലായിരിക്കാം, അവൻ പട്ടിണിയിലായിരിക്കാം, അവൻ ദാരിദ്ര്യത്തിലായിരിക്കാം, അവൻ കടഭാരത്തിലായിരിക്കാം, അവൻ എന്ത് പ്രതിസന്ധിയാണെങ്കിലും ഓർക്കുക, ആ പ്രതിസന്ധി ദൈവം അനുവദിച്ചതാണ്. അത് എന്തിനു വേണ്ടിയാണ്? നിന്നെ ഒരു പുതിയ മനുഷ്യനായി ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഇതൊന്നും അനുഭവിക്കാത്ത ഒരു വ്യക്തിയല്ല ഞാൻ പറഞ്ഞു, ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, 22-ാമത്തെ വയസ്സിലാണ് ഞാൻ ദൈവത്തെ അറിയുന്നത്. എനിക്കിപ്പോൾ 56 വയസ്സായി. ഹല്ലേലൂയ. അപ്പൊ എത്ര വർഷമായി ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട്? ഹല്ലേലൂയ സ്തോത്രം. 20 വയസ്സ് കഴിഞ്ഞപ്പോൾ കർത്താവിനെ അറിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 30, 34, 35 വർഷമായി. ഈ 35 വർഷങ്ങൾ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ദൈവത്തെ അറിയുന്നതിനുള്ള ഹല്ലേലൂയ കാര്യങ്ങളായിരുന്നു. എന്നെ ദൈവം കൊണ്ടുവന്ന പന്താവുകൾ നിങ്ങൾക്കാർക്കെങ്കിലും തന്നിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൃപയില്ലാതെ ആർക്കും തന്നെ അങ്ങനെ വരാൻ കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം.
ഹല്ലേലൂയ. ഞാൻ കാലുള്ളവനായിരുന്നു, കൈയുള്ളവനായിരുന്നു, ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിന്റെ പ്രൗഢികൾ ഉള്ളവനായിരുന്നു, വിദ്യാഭ്യാസമുള്ളവനായിരുന്നു, സകലതും ഈ ലോകത്തിൽ ഹല്ലേലൂയ അസൂയയോടെ ഒരു മനുഷ്യനെ നോക്കാൻ കഴിയുന്ന എല്ലാ മഹത്വങ്ങളും ഉള്ളവനായിരുന്നു ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. എനിക്ക് 30 വയസ്സ് പ്രായമാകുമ്പോൾ അന്ന് 34,000 രൂപയ്ക്ക് അധികം സാലറി വാങ്ങുന്ന, ഹല്ലേലൂയ, അതിന്റെ ഇൻസെന്റീവ് എല്ലാം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. ഹല്ലേലൂയ. ഒരു ജോലിക്കാരനായിരുന്നു ഞാൻ. അന്ന് എനിക്ക് 2 കാലുണ്ടായിരുന്നു, കൈ ഉണ്ടായിരുന്നു, എല്ലാം ഒരു ഊനവും ഇല്ലായിരുന്നു. ഓ സ്തോത്രം, ഹല്ലേലൂയ. എന്റെ വിദ്യാഭ്യാസത്തിനും എന്റെ ഇതിനും ഒക്കെ അനുസരിച്ച് എനിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ദൈവം തന്നു. അതിലൊക്കെ വളരെയധികം സ്തോത്രം പ്രൗഡായി കരുതിയിരുന്ന ഒരു മനുഷ്യനുമായിരുന്നു ഞാൻ. എന്നാൽ സ്തോത്രം എന്റെ ജീവിതത്തെ ദൈവം മാറ്റിയെടുക്കുമ്പോൾ, ദൈവം സ്തോത്രം എന്നെ ചെത്തി മിനുക്കിയെടുക്കുമ്പോൾ, എന്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് 1000 നഷ്ടങ്ങളാണ് സംഭവിച്ചത്. യോസഫ് കാരാഗൃഹത്തിലായിരുന്നു. എന്തിന്? ഒരു രാജസ്ഥാനത്തേക്ക് പോകുവാൻ അവനെ ആ വഴിയിലൂടെ, ഷോർട്ട് വേയിലൂടെ ദൈവം കൊണ്ടുവന്നു. 12 വർഷം അവൻ കാരാഗൃഹത്തിൽ കിടന്നു. ഓർക്കുക, അവന്റെ തലമേൽ അനുഗ്രഹം ഇരിക്കുകയാണ്. ഈ കാരാഗൃഹത്തിൽ നിത്യമായി അവന് വാസം ചെയ്യാൻ കഴിയില്ല. നിൻ ജനകന്മാരുടെ അനുഗ്രഹം നിന്റെ മേലുള്ളത് കൊണ്ട് നിനക്ക് എന്നും ഇങ്ങനെ ആയിരിക്കാൻ കഴിയുകയില്ല. യു ആർ ഹല്ലേലൂയ ഇൻ ദ ഷോർട്ട് വേ. ഹല്ലേലൂയ സ്തോത്രം. നീ എവിടെയാണ്? നീ ദൈവത്തിന്റെ ആ കുറുക്കു വഴിയില. നീ അനുഗ്രഹത്തിലേക്ക്, നന്മയിലേക്ക്. ഈ ലോകത്തിന്റെ പ്രൗഢികളല്ല, നീ ദൈവ പൈതലെന്ന് ഈ ലോകം അടയാളപ്പെടുത്തുന്ന, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്നെ ശക്തീകരിക്കുന്ന ആ ദൈവത്തിന്റെ, ആർക്കും നിന്നെ തകർക്കാൻ കഴിയില്ലെന്ന് ദൈവം തെളിയിക്കുന്ന അത്ഭുതാവകമായ പാതയിലാണ് അവിടെ ദൈവം ഈ മിനുക്കുപണികൾ ചെയ്യും. ഞാനെന്ന മനുഷ്യനെ ദൈവം എങ്ങനെ മിനുക്കുപണികൾ ചെയ്തു എന്ന് സ്തോത്രം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആരോടും എന്റെ സാക്ഷ്യങ്ങളൊന്നും അങ്ങനെ വേഗത്തിൽ വളരെ ചെറിയ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ആഴമാർന്ന ചില കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ആ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയാം സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം, എന്റെ ഭാര്യ, ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ജാതികളായിരുന്നു. അവിടെ നിന്ന് ദൈവം ഞങ്ങളെ വേർതിരിച്ചു കൊണ്ടുവരുമ്പോൾ സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി രോഗങ്ങൾ, ഒത്തിരി ദുഃഖങ്ങൾ, ഭാരങ്ങളിലൂടെ ഒക്കെ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത്. എന്നാൽ സ്തോത്രം ഞങ്ങൾ ശ്രേഷ്ഠമായ ഈ ലോകം ശ്രേഷ്ഠത എന്ന് വിളിക്കുന്ന കാര്യങ്ങളിലായിരുന്നപ്പോൾ എന്റെ ഭാര്യയ്ക്കുണ്ടായ സ്തോത്രം മെനിഞ്ചൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അവളുടെ തലയിൽ സ്തോത്രം ട്യൂബിട്ടിരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, നിങ്ങൾക്ക് അത് അറിയാം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. എന്റെ രണ്ടാമത്തെ മകൾ, അവൾ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ പ്രയാസത്തോടു കൂടി ജനിച്ച് 20 മിനിറ്റ് മരിച്ചു പോകുമെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ സ്തോത്രം, ഡോക്ടർ അവളെ എടുത്ത് കയ്യിൽ തരുമ്പോൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ ഒരു കുട്ടിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ സ്തോത്രം ആക്സിഡന്റിൽപ്പെട്ട് എന്റെ ജീവിതത്തിലെ ഇതെല്ലാം തകർന്നു പോയി. സ്തോത്രം അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സ്തോത്രം. എന്നാൽ എന്നെ ദൈവം ഹല്ലേലൂയ വിളിച്ചു വേർതിരിച്ചപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്റെ ജീവിതത്തിന്റെ, ഒരുപക്ഷെ നിങ്ങൾ ആരും ഞെട്ടുകയോ ഭാരപ്പെടുകയോ ഒന്നും ചെയ്യരുത്. സ്തോത്രം. ദൈവം തന്റെ മക്കൾക്ക് അനുവദിക്കുന്ന കാര്യങ്ങൾ അവരെ ശ്രേഷ്ഠതയിലേക്ക് നടത്തുന്നതാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഈ ലോകത്തിലെ മഹത്വങ്ങളല്ല, ദൈവത്തിന്റെ മഹത്വങ്ങളാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തുന്നതാണ്. ചുറ്റും ശവങ്ങൾ വീഴും. നമ്മളിവിടെ വായിച്ചു, അവൻ തോട്ടരികിലെ വഴിയരികിലെ തോട്ടിൽ നിന്ന് കുടിക്കും, അതുകൊണ്ട് അവൻ തല ഉയർത്തും. പരിശുദ്ധാത്മാ നദിയിൽ വസിക്കുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, അവൻ എങ്ങനെയാണ് സ്തോത്രം മുന്നോട്ട് പോകുന്നത്? ഇത് എനിക്ക് അറിയുമായിരുന്നില്ല. എന്റെ ആക്സിഡന്റ് കഴിഞ്ഞ് 4 വർഷത്തോളം ഞാൻ കിടക്കയിലായിരുന്നു. സ്തോത്രം. എന്റെ ഭാര്യ എന്നെ സ്തോത്രം, ഹല്ലേലൂയ, എന്നെ ശുശ്രൂഷിച്ചു. അവൾക്ക് കഴിവില്ലായിരുന്നു എങ്കിലും അവൾ സ്തോത്രം, ഹല്ലേലൂയ, മലമൂത്ര വിസർജ്യങ്ങൾ വരെ സ്തോത്രം എടുത്ത് എന്നെ ശുശ്രൂഷിച്ചു. സ്തോത്രം. 4 വർഷം നിരന്തരമായി കിടക്കയിലായിരുന്നു. അവൾ എന്നെ ഉപേക്ഷിച്ചു പോയില്ല, ഞാൻ അവളെയും ഉപേക്ഷിച്ചു പോയില്ല. ഹല്ലേലൂയ സ്തോത്രം. അവൾ എനിക്ക് ഏറ്റവും അടുത്ത തുണയായി നിന്ന് എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ സ്തോത്രം, ഹല്ലേലൂയ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവർക്ക് സ്തോത്രം ഒന്നും കൊടുക്കുവാനില്ല. ആരെങ്കിലും സ്തോത്രം ആശ്രയിക്കുന്നത് എന്റെ ജീവിതത്തിൽ അന്നും ഇന്നും അത് പരിചിതമായ കാര്യവുമല്ല. എന്നെ സഹായിക്കണം, എന്റെ കയ്യിൽ സ്തോത്രം ഒന്നുമില്ല എന്ന് ഞാൻ ഇന്നുവരെ ഒരു മനുഷ്യനോടും പറഞ്ഞു.
സ്തോത്രം, ഹല്ലേലൂയ. ഓ സ്തോത്രം, ഞാൻ വിശ്വാസിയായ ശേഷം അല്ലെങ്കിൽ ഞാനൊരു കർത്തൃദാസനായ ശേഷം ഞാൻ ആരോടും കടം വാങ്ങാനും പോകാറില്ല. എന്റെ സ്തോത്രം കാര്യങ്ങളൊന്നും പറയാറുമില്ല. അപ്പോൾ ഞാൻ ഈ കിടക്കയിൽ നിന്നുമ്പോൾ ഞാനൊരു വിശ്വാസിയാണ്. എഴുന്നേൽക്കുമ്പോൾ എന്റെ മനസ്സിൽ സ്തോത്രം കാരണം എന്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ ജോലി ഇനി എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ ഈ വലിയ സ്തോത്രം ഒരു ഹല്ലേലൂയ ശമ്പളം കിട്ടിയിരുന്ന മാർക്കറ്റിംഗ് മാനേജർ എന്ന അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പട്ടം തിരുവനന്തപുരം അല്ലെങ്കിൽ സ്തോത്രം അതിന്റെ മാർക്കറ്റിംഗ് മാനേജറായി ഏറ്റവും ഉന്നതമായി ആയിരക്കണക്കിന് വർക്കേഴ്സ് കീഴെ ഉണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കി സ്തോത്രം കേരളം മുഴുവൻ യാത്ര ചെയ്ത് നിരന്തരം തിരക്കുള്ള മനുഷ്യരായി ഓടി നടന്ന ഞാൻ ഹല്ലേലൂയ ഇവിടെ എഴുന്നേൽക്കുമ്പോൾ ശൂന്യമായ ഒരു മനുഷ്യനാണ്. ആർക്കു വേണ്ടി ഞാനിത് ഇന്ന് പകൽക്കാലം സംസാരിക്കുകയാണ്? സ്തോത്രം, ദൈവ ജനം എടുത്തുകൊള്ളണം. ഹല്ലേലൂയ, നമ്മുടെ കൃത്യസമയത്ത് നമുക്ക് നിർത്തുകയും വേണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നോക്കൂ, എന്നാൽ അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കാര്യവുമല്ല. എങ്കിലും ഞാൻ ഷോർട്ടായിട്ട് പറയാം. സ്തോത്രം, ഇവിടെ നിന്ന് വരുമ്പോൾ ഞാൻ ഹല്ലേലൂയ എന്റെ കാലിൽ ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റർ, കാരണം എന്റെ കാല് നിലത്ത് തൊടാൻ ഒക്കുകയില്ല. സ്തോത്രം, ഈ ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ഞാനൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ഹല്ലേലൂയ, ഒരു ബിസിനസ് സാമ്രാജ്യം. എന്റെ മക്കളെ വളർത്തുവാൻ, അവർക്ക് പാല് വാങ്ങുവാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ, എന്റെ ഭാര്യയെ സ്തോത്രം മറ്റൊരാളിന്റെ ആശ്രയത്വത്തിലേക്ക് വിടാതെ, ഹല്ലേലൂയ സ്തോത്രം അവിടെ വീട്ടിൽ വിടാതെ, ഹല്ലേലൂയ അവളെ പോറ്റേണ്ടതിന് ഞാൻ സ്തോത്രം കണ്ടെത്തിയത് ഒരു ഓട്ടോറിക്ഷ. സ്തോത്രം, ഒരു ഓട്ടോറിക്ഷയിൽ കാല് സ്തോത്രം ഈ ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റ് കാലിട്ടേക്ക. ഈ കാലെടുത്ത് ഇങ്ങനെ ഓട്ടോയിൽ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഒരു കാലെടുത്ത് നിവർത്തി വെക്കും, കാരണം താഴെ വെക്കാൻ കഴിയില്ല. നിവർത്തി വെച്ചിട്ട് കഠിന വേദനയിൽ നടന്ന് കേരളത്തിലെ സ്കൂളുകളിലൂടെ എന്റെ മേഖലയിൽ സ്തോത്രം ഒരു സ്തോത്രം ബിസിനസ് സാമ്രാജ്യം. വെറുതെ ഒരു സാക്ഷ്യം പറയല്ല, ഈ ഈ മെസ്സേജിനോട് സ്തോത്രം അനുബന്ധമായി ആർക്കൊക്കെയോ വേണ്ടി ഞാൻ ഇന്ന് പകൽക്കാലം പറയും, ഒരു ബിസിനസ് സാമ്രാജ്യം പഠിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. 21ഓളം പുസ്തകങ്ങൾ ഹല്ലേലൂയ ഞാൻ സ്തോത്രം എഡിറ്റ് ചെയ്തു സ്തോത്രം പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ എഡ്യൂക്കേഷൻ മേഖലയിൽ സ്തോത്രം കാലില്ലാത്തവനായി നടന്ന് ഒരു വലിയ ടൈപ്പ് ഉണ്ടാക്കി. സ്തോത്രം, ഹല്ലേലൂയ. കേരള സർക്കാരുമായി ഇപ്പോൾ വീണ്ടും UDF ഗവൺമെന്റ് സ്തോത്രം കേരളത്തിൽ അധികാരത്തിൽ വന്നു. അതിന്റെ മുമ്പുള്ള 2001 ശേഷമുള്ള ഹല്ലേലൂയ സ്തോത്രം ആ UDF ഗവൺമെന്റിൽ നിന്ന് ഞാൻ സ്തോത്രം ഹല്ലേലൂയ അവരുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഹല്ലേലൂയ കേരളത്തിലെ എഡ്യൂക്കേഷൻ മേഖലയിൽ ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ ദൈവം സഹായിച്ചു. സ്തോത്രം, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ 4 വർഷം ഞാൻ കിടക്കയിൽ കിടന്നപ്പോൾ അനുഭവിച്ചതൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. എനിക്ക് പല വാഹനങ്ങൾ, പല സ്തോത്രം കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ ഈ നടന്നുകൊണ്ട് ഞാൻ ഒരു സ്കൂളിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ എന്റെ കാലിൽ കൂടെ ചോര ഒലിക്കും. പക്ഷെ അതൊന്നും ഞാൻ എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഞാൻ അതൊക്കെ മറന്നു. എന്റെ കഷ്ടങ്ങൾ മറന്നു. ഞാൻ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു. എന്നാൽ ഓർക്കുക, ഒരു രക്ഷിക്കപ്പെട്ട 22-21 വയസ്സ് കഴിയുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. അന്ന് മുതൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുന്നത്, നിന്നെ ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്കൊന്നും ഞാൻ വിളിച്ചതല്ല, നിന്നെ ഞാൻ എന്റെ വേലയ്ക്കായും എന്റെ ദാസനായും നിന്നെ വിളിച്ചിരുന്നു. എനിക്കെന്നാൽ ദൈവമായിട്ട് അത് സ്തോത്രം. എത്ര പേർക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇതൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഓ സ്തോത്രം, ഹല്ലേലൂയ. ഒരു വായു തുറന്നൊരു സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളിൽ പലരും എന്നെ പോലെയുള്ള പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിരിക്കാം. എന്ന് ഓർക്കുക, ഇതൊന്നും അവസാനമല്ല. ഒന്ന് ഓർക്കുക, കാരണം നാം അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. മാത്രമല്ല നാം ദൈവത്തെ അനുസരിക്കുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, ഈ ഉന്നതികളിലേക്ക് ഞാൻ വീണ്ടും വന്നു. മറ്റൊരു ലെവൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ സ്തോത്രം മടക്കിയെടുത്തു. എങ്ങനെ? ദൈവം എനിക്ക് തന്നു എന്ന് പറയുന്നതിനേക്കാൾ അധികമായിട്ട് ഞാൻ പിടിച്ചെടുത്തു എന്ന് വേണേ പറയാം. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് ഉന്നതിയിലേക്ക് വന്നു. കേരള സർക്കാരുമായിട്ടുള്ള ടൈപ്പ്, കേരളത്തിലെ 990-ലധികം സ്കൂളുകളിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിലുള്ള ഡയറക്റ്റ് സ്തോത്രം ടെക്സ്റ്റ് ബുക്ക് സെയിലിങ്ങിനുള്ള അതോറിറ്റി, അധികാരം, ഇതൊക്കെ ഞാൻ കരസ്ഥമാക്കി. സ്തോത്രം. കേരളത്തിലെ കേരള മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് എൻട്രൻസിന്റെ മേഖലയിൽ ഹല്ലേലൂയ ഓ സ്തോത്രം അവിടെ ഒരു റാങ്ക് ഫയൽ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വിഭാവനം ചെയ്ത് 2001 കാലഘട്ടത്തിൽ ഹല്ലേലൂയ അതിനെ കേരളത്തിൽ മുഴുവൻ സ്തോത്രം സ്ഥാപിക്കുന്ന ഒരു വ്യക്തി ഞാനാണ്.
സ്തോത്രം. ഇന്ന് ഒരുപാട് മേഖലകൾ അതിലുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും നോക്കാൻ പോകാറില്ല. അല്ലെങ്കിൽ സ്തോത്രം. പക്ഷെ അതിന്റെയൊക്കെ അന്ന് കേരള മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സ്തോത്രം എഴുതുന്നത് ഒരു 5000-ത്തിനകത്തുള്ള കുട്ടികളാ. അതിലും ഏറ്റവും താഴെ ഒരു 100-200 പേർക്ക് മാത്രമേ ഒരു സ്തോത്രം അതിന്റെ ഒരു പഠന മേഖലയൊക്കെ അന്ന് അറിയുമായിരുന്നു. അവിടെ ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ സ്തോത്രം സ്തോത്രം എന്റെ ബിസിനസ്സിൽ സ്തോത്രം. എന്നാൽ ഒരു ദിവസം ഞാൻ കേരളം മുഴുവൻ എൻട്രൻസ് കോച്ചിങ്, ക്രാഷ് കോച്ചിങ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ കേരളത്തിൽ മുഴുവൻ സ്തോത്രം എൻട്രൻസ് റാങ്ക് ഫയല് സപ്ലൈ ചെയ്യുകയും അതോടൊപ്പം ഈ ക്രാഷ് കോച്ചിങ് എന്ന് പറയുന്ന സംഗതി വിഭാവനം ചെയ്യും, കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കോച്ചിങ് സെന്ററുകൾ ഇടുകയും ഒക്കെ ചെയ്തു നിൽക്കുന്ന സമയം, ഹല്ലേലൂയ, 2006 അവസാനത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. അവിടെ അന്നൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നു. UDF ഗവൺമെന്റ് ഹല്ലേലൂയ പോയിട്ട് LDF ഗവൺമെന്റ്, അച്യുതാനന്ദൻ സർക്കാർ ഹല്ലേലൂയ വരുവാനുള്ള ആ കാലം ഇതുപോലെ ഏപ്രിൽ മെയ് മാസം. അത് സ്തോത്രം. ആ മാസങ്ങൾക്ക് എത്തുന്നതിന് ഫെബ്രുവരി ആകുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാര്യ ഒരു ട്യൂബിൽ സ്തോത്രം ജീവിക്കുന്ന ആളാണ്. സ്തോത്രം. പക്ഷേ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. അവളുടെ ആ പ്രശ്നങ്ങളൊക്കെ മാറി. അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും സ്തോത്രം അവൾ വ്യാപൃതയായി നിൽക്കുന്ന ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങള് സ്തോത്രം, അന്ന് ഞങ്ങൾക്ക് ഒത്തിരി ഗസ്റ്റ് ഉണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ചർച്ചിൽ പോയിട്ട് വന്നാലും വീട്ടിൽ അനേകം പേർക്ക് ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, അടുക്കളയിൽ ചെന്ന് സ്തോത്രം. ഞങ്ങളുടെ അടുക്കള സ്തോത്രം ഇച്ചിരി പഴയ അടുക്കളയാണ്. ഈ അടുക്കളയ്ക്കകത്ത് ടൈൽസിന് പകരം ഇട്ടിരിക്കുന്നത്, ടൈൽസിന് പേരുള്ള പേപ്പർ ഷീറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള നിങ്ങൾക്കറിയാം റെക്സിൻ കൊണ്ട് സ്തോത്രം ആ തറ നേരെയാക്കിയിരിക്കുക. സ്തോത്രം. അവൾ ചെന്ന് അവള് അല്പം ഉയരം കുറവുള്ള ആളാ. ആ ഏറ്റവും സ്തോത്രം ഉയരമുള്ള പാതകത്തിൽ നിന്ന് ഒരു കലം കഞ്ഞി ഞാൻ വാർക്കാമെന്ന് പറഞ്ഞ് ഒരുങ്ങിച്ചെന്ന് ഓടിച്ചെന്ന് ഹൈ ഹീൽഡ് ചെരുപ്പിൽ നിന്നുകൊണ്ട് അവൾ ഈ കഞ്ഞു വാർക്കുമ്പോൾ സ്തോത്രം അവിടെ കാല് വഴുതിപ്പോയി. ഈ സ്തോത്ര ഷീറ്റിൽ വഴുതിപ്പോയിട്ട് ഈ കഞ്ഞി മുഴുവൻ തന്റെ മുകളിലൂടെ. അപ്പോൾ ഒന്നും തോന്നിയില്ല. വേണ്ട ഇതെല്ലാം ചെയ്ത് സ്തോത്രം ഹല്ലേലൂയ എത്രയും വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ സ്തോത്രം എനിക്ക് ചർച്ചിൽ പോകണം. അതൊരു ഞായറാഴ്ചയാണ്. ചർച്ചിൽ പോകണം. ഒത്തിരി കമ്മിറ്റ്മെന്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്തോത്രം ഹല്ലേലൂയ എന്റെ സ്തോത്രം എന്നോട് കൂടെ പ്രവർത്തിക്കുന്നവരൊക്കെ അന്ന് വീട്ടിൽ വരും. ഈ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഇച്ചിരി കഴിയുമ്പോൾ അതൊക്കെ മാറും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്, അതൊക്കെ മാറും എന്ന് വിചാരിച്ച് അവളെ ഹോസ്പിറ്റലാക്കി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് സ്തോത്രം ഹല്ലേലൂയ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് എല്ലാം പോയി. ചർച്ചിൽ ചെന്ന് സ്തോത്രം ആരാധന കഴിഞ്ഞ് എന്റെ പാസ്റ്ററേയും ഭാര്യയെയും ചുമതലപ്പെടുത്തി, പാസ്റ്ററെ എനിക്ക് എത്താൻ കഴിയില്ല, ഹോസ്പിറ്റലിൽ പോയെന്ന് നോക്കണം, അവളെ നോക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? സ്തോത്രം ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റിന്റെ ഒരു സമയമാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയില്ല. സ്തോത്രം ഹല്ലേലൂയ. 5 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. എന്റെ പാസ്റ്ററാണ് വിളിക്കുന്നത്. പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, സജി സാറേ ഹല്ലേലൂയ, നിങ്ങൾ എത്രയും വേഗത്തിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ എത്തുക. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്തോത്രം. പാസ്റ്ററിനെ വിളിച്ചു പറയുന്നു. അത് ഞാൻ എത്തിക്കൊള്ളാം പാസ്റ്ററെ. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ കാണണം എന്ന് ആവശ്യപ്പെടുന്നു. നിങ്ങൾ എത്രയും വേഗത്തിൽ സ്തോത്രം ഹോസ്പിറ്റലിൽ. ഞാൻ 2 വടിയെ നടക്കുന്ന മനുഷ്യനാണ്. സ്തോത്രം. ക്രച്ചസിൽ, അന്നും ഇന്നും എല്ലാം ക്രച്ചസ് ഉപയോഗിച്ച് നടക്കുക. ഈ ക്രച്ചസിൽ നടന്നുകൊണ്ടാണല്ലോ ഞാൻ ഈ ബിസിനസ് സാമ്രാജ്യമൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ സ്തോത്രം നോക്കുക, കേരളം മുഴുവൻ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്തോത്രം. അത് ഫെബ്രുവരി മാസമാണ്. സ്തോത്രം. മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്തോത്രം ക്രാഷ് കോഴ്സ് ഉണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ എൻട്രൻസിന്റെ ക്രാഷ് കോഴ്സ് ഉണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും ആയിരക്കണക്കിന് കുട്ടികൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. കേരളത്തിലെല്ലാം എന്റെ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. സ്തോത്രം. കേരളത്തിലെ എല്ലാ ബുക്ക് സ്റ്റാളുകളിലും സ്തോത്രം എന്റെ പുസ്തകങ്ങൾ സ്തോത്രം നിറയെ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ എനിക്ക് ലാഭം കിട്ടുന്ന ഹല്ലേലൂയ ഉന്നതമായ ബിസിനസിന്റെ ഏറ്റവും ഇതിൽ നിൽക്കുന്ന സമയമാണ്. സ്തോത്രം ഹല്ലേലൂയ. വലിയ പ്രതീക്ഷയിൽ ഞങ്ങൾ രണ്ടുപേരും ഹല്ലേലൂയ അനേക വർഷങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരേണ്ട സമയമാണ്. അപ്പോഴേക്കും സ്തോത്രം ഹല്ലേലൂയ ഞാൻ വൈകിട്ട് 5 മണിക്ക് എന്റെ ഭാര്യയെ കാണുവാൻ സ്തോത്രം ഞാൻ ചെന്നു. ഞാൻ ഹോസ്പിറ്റലിനകത്തേക്ക് കയറി. അവളെ സെപ്റ്റിക് ഐസിയുവിലാണ് ആക്കിയിരിക്കുന്നത്.
സ്തോത്രം. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കാണാം, കയറി കാണാം, അവൾ നിങ്ങളെ കാണണമെന്ന് പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അകത്ത് കയറുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഒരു സ്തോത്രം, ഒരു കമ്പിച്ചുറ്റുകൾക്കകത്ത്, ഒരു കമ്പിക്കൂടിനകത്ത് കിടക്കുന്ന ഒരു സ്തോത്രം, വല പോലെയുള്ള ഒരു കമ്പിക്കൂടിനകത്ത് കിടക്കുന്ന എന്റെ ഭാര്യയെ ഞാൻ കണ്ടു. എന്റെ ഭാര്യയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു കണ്ണ് പുറത്തേക്ക് വന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ശരീരം മുഴുവൻ ഒരു നൂൽ വസ്ത്രം പോലും ധരിക്കാതെ മുകളിൽ കമ്പിച്ചുറ്റുകൾ വെച്ചിട്ട് അതിന്റെ മുകളിൽ വസ്ത്രമിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, മുഖം മാത്രം കാണാവുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ഭീകരമായ ഒരു രൂപത്തെ ഞാൻ കണ്ടു. അവൾ എന്നെ വിളിച്ചു, എപ്പോഴും വിളിക്കുന്ന പോലെ. സ്തോത്രം, ഹല്ലേലൂയ, സ്നേഹത്തോടെ വിളിച്ചു, ചേട്ടാ. പക്ഷേ അതൊരു സ്തോത്രം, ഹല്ലേലൂയ, ഏതോ ഗുഹയിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം പോലെ എന്റെ കാതുകളിൽ. അത്രയും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സ്തോത്രം. പിന്നീട് ഒന്നും എനിക്ക് ഓർമ്മയില്ല. സ്തോത്രം. എന്റെ ബോധമണ്ഡലത്തിൽ അതൊന്നുമില്ല. സ്തോത്രം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് സ്തോത്രം മറ്റുള്ളവർ പറഞ്ഞു പിന്നീട് ഞാൻ കേട്ടു. എന്നാൽ സ്തോത്രം, അവിടെ നിന്ന് ഞാൻ ഓടിപ്പോയി, അലറി ഓടിപ്പോയി എന്നാണ് പറയുന്നത്. അലറി ഓടിപ്പോയിട്ട് ഞാൻ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന് പോലും അറിയില്ല ഈ മനുഷ്യൻ എവിടേക്ക് പോയി എന്ന് ആർക്കും അറിയില്ല. സ്തോത്രം. നിങ്ങൾ ഓർക്കുക, തിരുവല്ല പട്ടണം മുഴുവൻ എന്റെ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, വലിയ ബാനറുകൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. സ്തോത്രം. വലിയ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അതിന്റെ, ഹല്ലേലൂയ, പ്രൊപ്പറേറ്ററാണ്. ഞാൻ അതിന്റെ, സ്തോത്രം, ഹല്ലേലൂയ, ഉടമസ്ഥനാണ്. ഞാൻ അതിന്റെ ഡയറക്ടറാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊണ്ടുപോകുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ, സ്തോത്രം, ഹല്ലേലൂയ, മുടക്കുള്ള, ഹല്ലേലൂയ, ഈ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് തിരുവല്ലയിൽ മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലായിടവും ചെയ്തിരിക്കുന്ന ആ സമയത്ത്, സ്തോത്രം, ഞാൻ ഇറങ്ങി ഓടിപ്പോയി. എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അടുത്ത 4 ദിവസങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരോടും പറയുവാൻ ഇഷ്ടപ്പെടുന്ന കാര്യവുമല്ല. അടുത്ത 4 ദിവസങ്ങൾ ബോധമണ്ഡലം വരികയും മറയുകയും, സ്തോത്രം, തെളിയുകയും ചെയ്യുന്ന 4 ദിവസങ്ങൾ. ഈ 4 ദിവസങ്ങളിൽ ഓർമ്മ വരുമ്പോൾ ഞാൻ ഓരോ ഭാഗങ്ങളിൽ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഞാൻ എവിടെയാ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അതിനിടെ വലിയ ഹോട്ടലുകളിൽ പോയി പിന്നത്തെ കാര്യത്തിൽ വലിയ ഹോട്ടലുകളിൽ പോയി റൂം എടുത്തു. അവിടെയൊക്കെ താമസിച്ചു എന്നാണ് അനേകർ പറയുന്നത്. സ്തോത്രം. എന്നെ അറിഞ്ഞവരൊക്കെ പറയുന്നത്. സ്തോത്രം. എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയുവാൻ ദൈവം വിട്ടതുമില്ല. അതിന്റെ ഇടയ്ക്ക് ബോധം വരുമ്പോൾ ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ടു എന്റെ ശരീരത്തിൽ വസ്ത്രമൊന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഓ സ്തോത്രം. എന്നാൽ എന്നെ ആരും തിരിച്ചറിയുന്നില്ല. സ്തോത്രം. ഞാൻ, ഹല്ലേലൂയ, ഒരു ഭ്രാന്തനായി ഈ, സ്തോത്രം, പട്ടണങ്ങളിലൂടെ ഒക്കെ നടക്കുകയാണ്. ചിലപ്പോൾ വസ്ത്രം കാണും എന്റെ ബോധമണ്ഡലത്തിൽ വരുമ്പോൾ. നിങ്ങൾ എത്ര പേർ, ഹല്ലേലൂയ, സ്തോത്രം, ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എനിക്കറിയില്ല. ഉണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ളവർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം എന്നാൽ അതിന്റെ നടുവിൽ ചില കാര്യങ്ങൾ എന്നെ കാണിച്ചു തന്നു. ഞാനാകുന്നു നിന്റെ, ഹല്ലേലൂയ, ഉടയവൻ. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവസാനം 4-ാമത്തെ ദിവസം ആരൊക്കെയോ ചേർന്ന് എന്നെ കണ്ടെത്തി എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സ്തോത്രം. ഭ്രാന്ത് ആശുപത്രിയിൽ എന്റെ ഭാര്യ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുഷ്പഗിരി ഹോസ്പിറ്റലിൽ, അവിടെ, സ്തോത്രം, അവിടെ മാനസിക രോഗ കേന്ദ്രമുണ്ട്. അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തു. സ്തോത്രം. 18 ദിവസങ്ങൾ ഞാൻ ഭ്രാന്താശുപത്രിയിൽ. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ബോധം വരും, മറഞ്ഞു പോകും. ആ കാര്യങ്ങൾ അറിയാതെ വരും. സ്തോത്രം. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ, ഹല്ലേലൂയയുടെ ഞാൻ കടന്നുപോയി. അതിന്റെ നടുവിൽ എപ്പോഴോ എന്റെ ഭാര്യയുടെ സഹോദരി വന്ന്, ഹല്ലേലൂയ, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ച് എന്നെ ഒരു അടി അടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ നിന്ന് ഞാൻ ഓർമ്മയിലേക്ക്, ബോധത്തിലേക്ക് മടങ്ങി. ഞാൻ തിരിച്ചിറങ്ങി വരുമ്പോൾ എന്റെ സകല ബിസിനസ് സാമ്രാജ്യവും തകർന്ന് തരിപ്പണമായി. സജി സാറിന് ഭ്രാന്താണ്. ഹല്ലേലൂയ. അതൊരു ഭയങ്കര സ്തോത്രമായിരുന്നു. എന്റെ കൂടെ നിന്നവരെല്ലാം എന്നെ ചതിച്ചു, എന്നെ പറ്റിച്ചു, വഞ്ചിച്ചു. ലക്ഷക്കണക്കിന് രൂപ എനിക്ക് കേരളത്തിലുടനീളം കിട്ടുവാനുണ്ട്. സ്തോത്രം. ഞാൻ ചെല്ലുമ്പോൾ സാറ് പോയിട്ട് പിന്നീട് ഒരു സമയം അവർ ധരിക്കുന്നത് എനിക്ക് മാനസിക രോഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ലഭിക്കാനുള്ളത് പോലും ലഭിച്ചില്ല. അവസാനം ഏപ്രിൽ മാസമാകുമ്പോൾ ഞാൻ ഒരു തികഞ്ഞ, ഹല്ലേലൂയ, ഓടുപാളയായി മാറി. എന്റെ മുറിയിൽ ഇരിക്കുമ്പോൾ എന്റെ ഭാര്യ മുഖത്തെല്ലാം വലിയ വ്രണവുമായി ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. സ്തോത്രം. മുഖത്ത് മാത്രമല്ല, ശരീരത്തിൽ, സ്തോത്രം, വസ്ത്രം ധരിക്കുന്ന ഭാഗങ്ങളെല്ലാം പാടുകളാണ്, ഭയങ്കരമായ വ്രണങ്ങളാണ്. സ്തോത്രം. ആ വ്രണങ്ങളുമായി വന്ന്, ഹല്ലേലൂയ, സ്തോത്രം, വീട്ടിലിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ രണ്ടുപേരും കൂടെ,
ഹല്ലേലൂയ സംസാരിച്ചു. സ്തോത്രം. ഞാൻ പല സ്ഥലങ്ങളിൽ പോയി. എന്റെ ബിസിനസ് സാമ്രാജ്യം എല്ലാം തകർന്നു തരിക്കണം. സ്തോത്രം. അത്രയും കൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്ന് ആണ് ഞങ്ങൾ സ്തോത്രം ദൈവത്തിന്റെ വേലയെ കുറിച്ച് ചിന്തിക്കുന്നത്. സ്തോത്രം ദേശത്ത് നിന്ന് മാറി നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, അധികമായി ആഗ്രഹിച്ചു. ഏറ്റവും ഉന്നതമായ പദവിയിൽ നിന്ന് താഴേക്കുള്ള തകർച്ച. അതുകൊണ്ട് ഓർക്കുക, എന്നെ കേൾക്കുന്നവർ ഓർക്കുക, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എത്തും. ദൈവത്തിന്റെ അനുസരണം ആവശ്യമാണ്. എന്റെ എല്ലാ ബിസിനസ് സാമ്രാജ്യങ്ങളും തകർന്നുപോയി. അടുത്ത ഗവൺമെന്റ് അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് എനിക്ക് സ്തോത്രം ഒരു ടൈപ്പും തന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അവർ റിപ്രോഗ്രാഫിക് സെന്ററിന് സ്തോത്രം എന്റെ അധികാരമെല്ലാം എടുത്ത് ഹല്ലേലൂയ റിപ്രോഗ്രാഫിക് സെന്ററിന് കൊടുത്തു. പിന്നെ കേരളത്തിൽ ഒരു സ്കൂളിലും എനിക്ക് പ്രവേശനമില്ല. സ്തോത്രം. എന്റെ പുസ്തകങ്ങളെല്ലാം കെട്ടിക്കിടന്നു. ലക്ഷക്കണക്കിന് രൂപ സ്തോത്രം എനിക്ക് നഷ്ടമുണ്ടായി. എന്റെ സ്തോത്രം എന്റെ സ്റ്റാഫ് എല്ലാം വിവിധ ഇടങ്ങളിലേക്ക് ചിതറിപ്പോയി. എന്റെ മാനേജർ സ്തോത്രം എന്നെ ചതിച്ചിട്ട് മറ്റൊരു സ്തോത്ര സ്ഥാപനവുമായി ടൈപ്പ് ഉണ്ടാക്കി. ഹല്ലേലൂയ സ്തോത്രം. സകലതും എനിക്ക് നഷ്ടമായി തീർന്നു. സകലതും തീർന്നു. സ്തോത്രം. ഇവിടെ നിന്നാണ് ഹല്ലേലൂയ എന്റെ ജീവിതം, ഹല്ലേലൂയ കർത്താവിലുള്ള ജീവിതം ആരംഭിക്കുന്നത്. 3 ബാഗിലെ തുണിയും കൊണ്ട് ഞങ്ങൾ ചെന്നൈ പട്ടണത്തിലേക്ക് അഭയത്തിനായി ഓടി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എന്താണ്, കുറച്ച് റിലാക്സിന് വേണ്ടി വന്നതാണ്. എന്നാൽ അവിടുത്തെ ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ മാറ്റി. അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ സ്തോത്രം കർത്താവിനായി ജീവിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്, ദൈവം എന്നെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അനേക ഇടങ്ങളിൽ, അനേക ഭവനങ്ങളിൽ, അനേക കുടുംബങ്ങളിൽ സമാനവും അതിലധികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ സ്തോത്രം ഹല്ലേലൂയ ഒരുക്കമുള്ളവനായി എന്നെ മാറ്റിയെടുക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ പദ്ധതികൾ എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ദൈവം എന്നോട് ചെയ്തത് ഹല്ലേലൂയ ദോഷമായ കാര്യങ്ങളായിരുന്നില്ല. തന്റെ ദാസൻ എന്ന നിലയിൽ എനിക്ക് സ്തോത്രം ദൈവം തന്ന അത്ഭുതാപകമായ ദൈവശക്തിയുടെ ഭാഗങ്ങളായിരുന്നു അത്. യോസഫ് 12 വർഷം കാരാഗൃഹത്തിൽ കിടന്നിട്ട് അവൻ രാജസ്ഥാനത്തേക്ക് വന്നതുപോലെ ദൈവം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇന്ന് എനിക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ധാടിമൂടികൾക്കോ സ്തോത്രം ധനധാന്യ സമൃദ്ധികൾക്കോ ഈ ലോകത്തിന്റെ വസ്തുവകകൾക്കോ ഒന്നും വേണ്ടി ജീവിക്കുന്ന ഒരാളല്ല. ആരോടെങ്കിലും എന്റെ ദുഃഖങ്ങൾ പറയുന്ന ആളുമല്ല. എന്റെ ആവശ്യങ്ങൾ പറയുന്നത് ദൈവത്തോട് മാത്രമാണ്. ഹല്ലേലൂയ. അതും എന്റെ പേഴ്സണൽ ആവശ്യങ്ങൾ അങ്ങനെ പറയാറില്ല. ദൈവം എല്ലാം നടത്തുന്ന ദൈവമാണ്, എല്ലാം ചെയ്യുന്ന ദൈവമാണ്. ഇവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ വരുന്ന കാര്യം, ദൈവത്തിന്റെ പദ്ധതികൾ അഗോചരങ്ങളാണ്. അത് ശ്രേഷ്ഠതയിലേക്ക് നടത്തുന്നതാണ്, അത് ഉന്നതിയിലേക്ക് നടത്തുന്നതാണ്. ദൈവത്തിന്റെ മഹത്വങ്ങൾ ആർക്കും ദർശിക്കുവാൻ കഴിയുകയില്ല, ആർക്കും കാണുവാൻ കഴിയില്ല. നിന്റെ ജീവിതത്തെ നീ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരുക്കമാണോ? അവിടെ നീ അനുസരിക്കുവാൻ ഒരുക്കമാണോ? അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നിനക്ക് ആവശ്യമായതൊക്കെയും നൽകുന്ന ദൈവത്തിന്റെ മഹത്വം ദർശിപ്പാൻ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം നഷ്ടമായി തീരുമ്പോഴും എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് എന്ന് ചിന്തിപ്പാൻ നീ ഒരുക്കമാണോ? എത്ര പേർ എന്നോട് ചേർന്ന് വരും? ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നവർക്കാണ് ഞാൻ ഈ മെസ്സേജ് സമർപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദൈവം ഇത് എന്നോട് ചെയ്തു അല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിൽ നിന്ന് ഓടിപ്പോയില്ല. അതേ ദൈവം തന്നെ എന്നെ ഉയർത്തി. അതേ ദൈവം തന്നെ എന്നെ തന്റെ ശ്രേഷ്ഠദാസനെന്ന് തെളിയിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സ്തോത്രം ദൈവം, ഞാൻ കടന്നു പോകുന്നിടത്തെല്ലാം എന്റെ ദൈവം വെളിപ്പെട്ടു. അനേക ഇടത്തേക്ക് എന്നെ ദൈവം അയച്ചു, അനേക പട്ടണങ്ങളിലേക്ക് അയച്ചു, അനേക രാജ്യങ്ങളിലേക്ക് അയച്ചു. അവിടെ എല്ലാം ഞാൻ പോയത് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ്. ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുന്നതും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ്. എനിക്കറിയാം, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും എന്റെ ദൈവം അറിയാത്തത് സംഭവിക്കുകയില്ല. ഞാൻ ഒരു വസ്ത്രം ധരിച്ചാലും എന്റെ ദൈവം അറിയാത്തത് സംഭവിക്കുകയില്ല. എത്ര പേർ ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരുക്കമാണ്? എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല. ഓരോ വ്യക്തിയെയും ആ അദൃശ്യനായ ദൈവം ദൃശ്യനായ ദൈവത്തിലൂടെ, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ഉയർത്തിയെടുക്കുന്ന മാറ്റത്തിന്റെ വലിയ അത്ഭുതാപകമായ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന ദൈവം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു യോസഫ് ഹല്ലേലൂയ ഫലപ്രദമായ വൃക്ഷമായിരുന്നു. അവൻ മരിക്കും
മരിക്കുമ്പോഴും അവൻ വിശ്വാസത്തിൽ ഉറച്ചവനായി മരിച്ചു. അവൻ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞു, നിശ്ചയമായും എന്റെ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അന്ന് എന്റെ അസ്ഥികൾ ഈ മിസ്രയീം ദേശത്തല്ല കിടക്കേണ്ടത്, ഇവിടെ നിന്ന് കുഴിച്ചെടുത്തു കൊണ്ടുപോകണം. ഹല്ലേലൂയ. മോശ ഹല്ലേലൂയ കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ മോശയുടെ കയ്യിൽ യോസഫിന്റെ അസ്ഥികളുണ്ട്. ഈ വേദപുസ്തകത്തിൽ വേറെ ആരെയും നമുക്ക് മാതൃകയായി കാണാൻ കഴിയത്തില്ല. അനുഗ്രഹത്തിന്റെ മനുഷ്യനായി യേശു ക്രിസ്തുവിന് നിദാനമായി നിൽക്കുന്ന ഹല്ലേലൂയ യോസഫിനെ ഹല്ലേലൂയ നമുക്ക് കാണാം. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു എന്റെയും നിങ്ങളുടെയും ശാപങ്ങളെ ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്തു? ഹല്ലേലൂയ ചുവന്നു മാറ്റി. അവിടുന്ന് നമ്മെ ജാതികളായി നമ്മെ അനുഗ്രഹിച്ചു. സ്തോത്രം. എത്ര പേർ അനുഗ്രഹം റിസീവ് ചെയ്യും? ഹല്ലേലൂയ. അത് വായി കൊണ്ട് റിസീവ് ചെയ്യും. ഞാനൊരു ബ്ലെസ്സിംഗ് ആണ്, ഞാനൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതമല്ല, എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളല്ല, ഹല്ലേലൂയ ഈ ലോകത്തിലെ ധാടിമോടികളല്ല, ഞാൻ എന്റെ ദൈവത്തിൽ ജീവിക്കുന്ന നിത്യരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ഉറപ്പുള്ളവർ എന്നോട് ചേർന്ന് അല്പനേരം ഒന്ന് സ്തോത്രം ചെയ്താട്ട്, അല്പനേരം ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. നിങ്ങളുടെ ജീവിതത്തെ മാറുന്ന ഒരു ദിവസമായിരിക്കാം. അതുകൊണ്ടാണ് എന്നോട് ഈ സ്തോത്രം ഹല്ലേലൂയ മെസ്സേജ് ചെയ്യുവാൻ ദൈവം പറഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം സ്തോത്രം എന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, ഭീകരമായ കാര്യങ്ങൾ ഹല്ലേലൂയ ഒന്നും എനിക്ക് ഓർക്കുവാൻ പോലും കഴിയുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ എനിക്ക് എണ്ണിത്തീർക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം എന്നെ ജയാളിയാക്കി തീർത്തു, അവിടുത്തെ രാജ്യത്തിന്റെ അവകാശിയാക്കി തീർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ദൈവമല്ലാതെ, ദൈവമാണ് ആദ്യത്തെയും അവസാനത്തെയും വാക്ക്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദയാലുവായ ദൈവത്തെ കുറിച്ചാ. ആ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ഒരു അത്ഭുതത്തെ ചെയ്യുകയാണ്. എത്ര പേർ വായ് തുറന്ന് റിസീവ് ചെയ്യും? കർത്താവേ, എന്റെ സാഹചര്യങ്ങൾ മാറട്ടെ, എന്റെ അവസ്ഥകൾ മാറട്ടെ, അങ്ങയെ കൂടുതൽ അറിയുവാൻ, അങ്ങയെ സ്തോത്രം ഹല്ലേലൂയ ആഴത്തിൽ സെവിപ്പാൻ, അങ്ങയെ സ്തോത്രം ഹല്ലേലൂയ എന്റെ പ്രാണൻ പോകുവോളും ഈ ഭൂമിയിൽ ഹല്ലേലൂയ ഞാൻ അങ്ങയിൽ ചേരുവോളും അങ്ങയുടെ സാക്ഷിയായി നിൽപ്പാൻ എന്നെ അവിടുന്ന് ശക്തീകരിക്കണമെന്ന് എത്ര പേർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു? അവരെ ഞാൻ അനുഗ്രഹിപ്പാൻ പോകുകയാണ്. യേശു ക്രിസ്തു യാക്കോബ് അനുഗ്രഹിച്ചതുപോലെ, യോസഫിനെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ മേൽ ഹല്ലേലൂയ ഓ അനുഗ്രഹം വരികയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ അത്ഭുതാകമായ ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ ജനത്തിന്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ഓ ചിക്കാന ദിയാറ കത്തിനിക്ക് നസിയ അധ്യാരപക്ഷി ഹലദിയാറബ നസിയ അധ്യാരപക്ഷി ഹനദിയാറബക്ഷാരബ നസ്യ സാർത്തി അബാര നസിയ അധ്യാപക്ഷി ഹലദിയാറബാര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല ബന്ധനങ്ങളും, സകല സ്തോത്രം പൈശാചിക ശക്തികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വിട്ടുമാറട്ടെ. ചില കുടുംബങ്ങളെ ദൈവം ഇന്ന് പകൽക്കാലം പുറത്തു കൊണ്ടുവരട്ടെ. ചില വ്യക്തി ജീവിതങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരട്ടെ. ചില വ്യക്തികളാൽ ഹല്ലേലൂയ സ്തോത്ര തടങ്കലാക്കപ്പെട്ട ചിലർ ഇന്ന് പകൽക്കാലം പുറത്തു വരട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില രോഗബന്ധനങ്ങളിൽ നിന്ന് ചിലർ പുറത്തു വരട്ടെ. ഹല്ലേലൂയ ചിലർ ദൈവവേലയ്ക്കായി സമർപ്പിക്കപ്പെടട്ടെ. ചിലർ ഹല്ലേലൂയ ദൈവത്താൽ ഹല്ലേലൂയ ഓ സ്തോത്ര അഭിഷേകം ചെയ്യപ്പെടട്ടെ. എത്ര പേർ അഭിഷേകം റിസീവ് ചെയ്യും? ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം എന്നോട് സംസാരിക്കുകയാണ്, ദൈവം എന്നെ ശക്തീകരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ രാത്രി ഈ പകലിൽ ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളുടെ മേൽ പകരപ്പെടുകയാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനുസരണമുള്ളവരായി ഹല്ലേലൂയ ദൈവവചനം അന്വേഷിക്കുന്നവരായി, ദൈവം നമ്മോട് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഓ മനുഷ്യർ നമ്മെ വിഴുങ്ങുവാൻ ഭാവിച്ചപ്പോൾ, ഹല്ലേലൂയ നമ്മുടെ പ്രാണത്തിന്റെ മേൽ വെള്ളം കവിഞ്ഞു വന്നപ്പോൾ നാം ഇല്ലാതെയായി പോകുമായിരുന്നു. നിങ്ങൾ ഇന്ന് ജീവനോടെ ഈ സാക്ഷ്യം കേട്ടുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്, അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം. ഇപ്പോൾ ഇന്ന് ചില വ്യക്തികൾ ഞാൻ സാക്ഷാൽ ഹല്ലേലൂയ ദൈവവചനത്തിൽ വിളിച്ചു പറയുകയാണ്. ചില വ്യക്തികൾ പുറത്തു വരികയാ, ബന്ധനത്തിൽ നിന്ന് പുറത്തു വരികയാ. ചില വ്യക്തികളെ ദൈവം ശക്തമായി എടുത്ത് ഉപയോഗിക്കാൻ പോകുക. ഇതിന്റെ നടുവിൽ നിന്ന് തന്നെ ചില കുടുംബങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുക, ചില വ്യക്തികളെ ഉപയോഗിക്കാൻ പോകുക. ദൈവം ഈ വചനങ്ങളാൽ
എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹല്ലേലൂയ. ഇതിന് അടുത്ത പ്രാവശ്യം വരാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കിയാൽ ഇതിന്റെ അടുത്ത തലത്തിലേക്ക് നമുക്ക് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ മെസ്സേജ് മറന്നു പോകാതെ ഈ വചനഭാഗങ്ങളൊക്കെ വായിച്ച് ഹല്ലേലൂയ സ്തോത്രം നോട്ട് എഴുതി ഹല്ലേലൂയ സ്തോത്രം വെക്കുക. ദൈവം ഇനി അവസരം തരികയാണെങ്കിൽ അടുത്ത ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ആഴത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒന്ന് അനുഗ്രഹമായി അനുഭവിക്കേണ്ടതിന് അനുഗ്രഹിക്കുന്നവരായിരിക്കുക. 2 അനുസരിക്കുന്നവരായിരിക്കുക. ദൈവത്തോട് കൂടെ ജീവിക്കുക. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യപ്രതിമയായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ വഴിയരികിലെ തൊട്ടിൽ നിന്ന് കുടിക്കുന്നവരായി ആത്മാവിൽ ജീവിക്കുന്നവരായി ദൈവത്തിന്റെ മഹത്വമുള്ള സാക്ഷികളായി നമുക്കായി തീരാം. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.